ജാവയുടെ 12ാമത്തെ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് സിംഗിൾ ഡൈമെൻഷണൽ അറേ. An array is a collection of data that holds fixed number of values of same type. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ ഒരു ഇമ്പോർട്ടൻ്റ് കോൺസെപ്റ്റ് ആണ് അറേ എന്ന് പറഞ്ഞാൽ. പ്രോഗ്രാംസ് ബേസിക്കലി യൂസ് ചെയ്യുന്ന ഡേറ്റയെ പ്രോസസ് ചെയ്യാൻ വേണ്ടിയാണെന്ന് നിങ്ങൾക്കറിയാം. പല സിറ്റുവേഷനിലും ഒരേ ടൈപ്പ് ഡേറ്റ ഒരുപാടെണ്ണം നമുക്ക് ഒന്നിച്ച് പ്രോസസ് ചെയ്യേണ്ടി വരും. എന്നുവെച്ചാൽ കളക്ഷൻ ഓഫ് ഡേറ്റ ഓഫ് സെയിം ടൈപ്പ്. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് അത് എഫക്റ്റീവായിട്ട് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമുക്ക് അറേ കോൺസെപ്റ്റ് യൂസ് ചെയ്യാം. ഒരേ ഡേറ്റ ടൈപ്പിൽപ്പെട്ട ഒരു കളക്ഷൻ ഓഫ് ഡേറ്റ ഉണ്ടെങ്കിൽ അത് നമുക്ക് എഫക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാനും സ്റ്റോർ ചെയ്യാനും എല്ലാം യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് അറേ. In programming, one of the frequently arising problem is to handle numerous data of same type. ഒരു പ്രോഗ്രാമിംഗ് സിറ്റുവേഷനിൽ പലപ്പോഴും ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സിറ്റുവേഷനാണിത്. സെയിം ഡേറ്റ ടൈപ്പിൽപ്പെട്ട ഒരുപാട് ഡേറ്റ നമുക്ക് ഡീൽ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഏറ്റവും എഫിഷ്യൻ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു കോൺസെപ്റ്റാണ് array concept. Consider this situation. You have to store the marks of 100 candidates. നിങ്ങൾക്ക് ഒരു എക്സാമിനേഷൻ എൻവയറമെൻറ്റ്, നിങ്ങൾക്ക് 100 കുട്ടികളുടെ മാർക്ക് സ്റ്റോർ ചെയ്യണം. To solve this problem in Java, you can create an integer array having 100 elements. ഇവിടെ 100 കാൻഡിഡേറ്റ് ഉണ്ട്. അപ്പം ഇവിടെ അസ്യൂം ചെയ്യുന്ന ഓരോ കാൻഡിഡേറ്റും ഓരോ മാർക്കാണെങ്കിൽ 100 കാൻഡിഡേറ്റിൻ്റെ മാർക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് 100 നമ്പേഴ്സ് വരും. അതിനാണ് ഇവിടെ 100 എലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 100 മാർക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഇൻറ്റിജർ അറേ ക്രിയേറ്റ് ചെയ്യാം. കാരണം 100 കുട്ടികളുടെ മാർക്ക് 100 ഇൻറ്റിജർ ആയിരിക്കും, സെയിം ഡാറ്റ ടൈപ്പിൽ പെട്ടാണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമുക്ക് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെക്കാനിസമാണ് അറേ. അറേസ് ആർ യൂസ്ഡ് ഇൻ ദീസ് സിറ്റുവേഷൻസ്. എന്ന് പറഞ്ഞാൽ ഒരേ ഡേറ്റ ടൈപ്പിൽപ്പെട്ട ഒരുപാട് ഡേറ്റ എഫിഷ്യൻ്റായിട്ട് നമുക്ക് ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമുക്ക് അറേ കോൺസെപ്റ്റ് യൂസ് ചെയ്യാം. ടൈപ്സ് ഓഫ് അറേസ്. അറേസ് 2 ടൈപ്പ് ഉണ്ട്. സിംഗിൾ ഡയമെൻഷണൽ ഓർ വൺ ഡയമെൻഷണൽ അറേ. അതിൽ ആദ്യത്തെ ടൈപ്പാണ് സിംഗിൾ ഡയമെൻഷണൽ അല്ലെങ്കിൽ വൺ ഡയമെൻഷണൽ അറേ എന്ന് പറയും. രണ്ടാമത്തെ ടൈപ്പാണ് മൾട്ടി ഡയമെൻഷണൽ അറേ. എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഡയമെൻഷൻസ് ഉള്ള അതിനാണ് നമ്മൾ മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഈ ക്ലാസ്സിലെ സിംഗിൾ ഡയമെൻഷണൽ അറേ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സിംഗിൾ ഡയമെൻഷണൽ അറേ. സിംഗിൾ ഡയമെൻഷണൽ അറേ. A single dimensional array or one dimensional array is a type of linear array. ഈ സിംഗിൾ ഡയമെൻഷണൽ അറേ അല്ലെങ്കിൽ നമുക്കതിനെ വൺ ഡയമെൻഷണൽ അറേ എന്ന് വിളിക്കാം. അതൊരു ലീനിയർ അറേയാണ്. എന്ന് പറഞ്ഞാൽ റോ വൈസ് അല്ലെങ്കിൽ കോളം വൈസ് നമുക്ക് ഡേറ്റ റെപ്രസെന്റ് ചെയ്യാം. Accessing its elements involves a single subscript which can either represent a row or column index. നമ്മളിനി അടുത്ത ഡയഗ്രാം ഒക്കെ നോക്കുമ്പോൾ മനസ്സിലാവും. ഈ അറേയിൽ നമ്മൾ പറഞ്ഞു ഒരേ ടൈപ്പ് ആയിട്ടുള്ള ഒരുപാട് ഡേറ്റ സ്റ്റോർ ചെയ്യാം. ആ ഓരോ ഡേറ്റയാണ് നമ്മളിവിടെ അതിൻ്റെ ഓരോ എലിമെൻ്റ് എന്ന് പറയുന്നത്. ഓരോ ഡേറ്റയും നമ്മൾ ഓരോ പൊസിഷനിൽ സ്റ്റോർ ചെയ്യും. ആ പൊസിഷൻ കാണിക്കാൻ വേണ്ടി നമ്മൾ ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു നമ്പർ യൂസ് ചെയ്യും. അതിനാണ് ഇവിടെ നമ്മൾ സബ്സ്ക്രിപ്റ്റ്. ഇത് നമുക്ക് ഹൊറിസോണ്ടലായിട്ട് വെക്കുകയാണെങ്കിൽ റോ വൈസ്, വെർട്ടിക്കലായിട്ട് വെക്കുകയാണെങ്കിൽ കോളം വൈസ്. അപ്പോൾ റോ ഇൻഡെക്സ് ശൈലി നമുക്ക് യൂസ് ചെയ്യാം, കോളം ഇൻഡെക്സ് ശൈലി നമുക്ക് യൂസ് ചെയ്യാം. ഒരു സിംഗിൾ ഡയമെൻഷൻ അറേ
എങ്ങനെ ഇരിക്കുന്നുള്ള ആദ്യത്തെ ഇല്ലസ്ട്രേഷൻ 1 ഓഫ് സിംഗിൾ ഡയമെൻഷണൽ അറേ. ഇതാണ് ഒരു സിംഗിൾ ഡയമെൻഷണൽ അറേ. ഇവിടെ ഈ അറേയിൽ നമ്മൾ ഇൻറ്റിജർ നമ്പേഴ്സ് ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഇൻറ്റിജേഴ്സ് എന്ന് എഴുതിയിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്കറിയാം ആദ്യത്തെ ലൊക്കേഷൻ ഇതിൽ 126 സ്റ്റോർ ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഇൻഡെക്സ് ആണ് 0. രണ്ടാമത്തെ നമ്പറായിട്ട് 32 സ്റ്റോർ ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഇൻഡെക്സ് 1. മൂന്നാമത്തെ നമ്പറായിട്ട് 230 സ്റ്റോർ ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഇൻഡെക്സ് 2. നാലാമത്തതായിട്ട് 21 സ്റ്റോർ ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഇൻഡെക്സ് 3. അഞ്ചാമതായിട്ട് 200 സ്റ്റോർ ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഇൻഡെക്സ് 4. അപ്പോൾ ഒരു അറേയിൽ ഓരോ നമ്പറും ഏത് പൊസിഷനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നതിനാണ് അവിടെ നമ്മൾ ഇൻഡെക്സ് യൂസ് ചെയ്യുന്നത്. അറേയുടെ പ്രത്യേകത, എല്ലാ അറേയിലും ഇൻഡെക്സ് 0 വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ റിയൽ ലൈഫിൽ എണ്ണുമ്പോൾ 1 2 3 4 എന്ന് എണ്ണം. പക്ഷേ ഇവിടെ കമ്പ്യൂട്ടറിൽ അറേ കോൺസെപ്റ്റിൽ ഫസ്റ്റ് ലൊക്കേഷൻ്റെ ഇൻഡെക്സ് എപ്പോഴും എന്തോന്നാണ് 0. ഈ കോൺസെപ്റ്റൊക്കെ 100% C++ൽ അതേപോലെയാണ്. അപ്പോൾ ഓരോ ഇൻഡെക്സും ഓരോ പൊസിഷനെ കാണിക്കുന്നു. അപ്പോൾ ഇവിടെ 0 ഫസ്റ്റ് പൊസിഷൻ, 1 സെക്കൻഡ് പൊസിഷൻ, 2 തേർഡ് പൊസിഷൻ, 3 ഫോർത്ത് പൊസിഷൻ, 4 ഫിഫ്ത്ത് പൊസിഷൻ. എന്ന് വെച്ചാൽ ഈ ഇൻറ്റിജർ അറേയിൽ ആദ്യത്തെ പൊസിഷനിൽ 126, രണ്ടാമത്തെ പൊസിഷനിൽ 32, മൂന്നാമത്തെ പൊസിഷനിൽ 230, നാലാമത്തെ പൊസിഷനിൽ 21, അഞ്ചാമത്തെ പൊസിഷനിൽ 200. അതിൽ അറേ ഇൻഡെക്സ് വരുമ്പം എപ്പോഴും സ്റ്റാർട്ടിങ് ഏതായിരിക്കും? 0 ആയിരിക്കും. അറേ ഓൾവേസ് സ്റ്റാർട്ട്സ് ഫ്രം ഇൻഡെക്സ് 0 എന്ന് പറഞ്ഞാൽ ഈ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്ന എക്സാമ്പിൾ അറേ ഇൻഡെക്സ് 4 ഈസ് ഹോൾഡിങ് എ വാല്യൂ ഓഫ് 200. അറേ ഇൻഡെക്സ് 4 എന്ന് പറഞ്ഞാൽ അതിലെ വാല്യൂ 200 ആണ്. ഓരോ ഇൻഡെക്സും ഓരോ വാല്യൂ ഇതിനകത്ത് സ്റ്റോർ ചെയ്യും. ഇതാണ് ഒരു സിംഗിൾ ഡയമെൻഷണൽ അറേയുടെ കോൺസെപ്റ്റ്. ഇനി വീണ്ടും ഒരു സിംഗിൾ ഡയമെൻഷണൽ അറേയുടെ വേറൊരു ഇല്ലസ്ട്രേഷൻ നമുക്ക് നോക്കാം. ഇവിടെയും 5 ലൊക്കേഷൻസ് കാണിച്ചിരിക്കുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അറേ കോൺസെപ്റ്റിൽ എപ്പോഴും ഫസ്റ്റ് ഇൻഡെക്സ് 0 ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഇതിൽ ഇൻഡെക്സ് 3 അവിടെ മാത്രം ഒരു റെഡ് ബോക്സ് കാണിച്ചിരിക്കുന്നു. പക്ഷേ അവിടെ അവിടുത്തെ നമ്പറാണ് നമ്മളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ള അർത്ഥത്തിൽ. അതേസമയം 0 1 2 4 വേറെ നമ്പേഴ്സ് കാണാം. ഇവിടെ ഇപ്പം ഇല്ലസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നതിൽ മൂന്നാമത്തെ ഇൻഡെക്സ്. ഇവിടെ 5 നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ അറേയുടെ ലെങ്ത് 5 എന്ന് പറയും. 0 1 2 3 4 എന്ന് പറയുന്നതാണ് ഇൻഡെക്സ്. ഓരോ ഇൻഡെക്സിൽ ഓരോ ലൊക്കേഷനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഇൻഡെക്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ 3 അവിടെ റെഡ് ബോക്സ് കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് എലിമെന്റ് അറ്റ് ഇൻഡെക്സ് 3 എന്ന് പറയാം. എപ്പോഴും അറേയിൽ ഫസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. നമുക്കിതിൻ്റെ മൂന്നാമത്തെ ഒരു ഇല്ലസ്ട്രേഷൻ കൂടെ നമുക്ക് നോക്കാം. ഇല്ലസ്ട്രേഷൻ 3 ഓഫ് സിംഗിൾ ഡയമെൻഷണൽ അറേ. ഇവിടെ കുറച്ചും കൂടെ ലെങ്തി അറേ കാണിച്ചിരിക്കുകയാണ്. 10 ലൊക്കേഷൻസ് ഉണ്ട്. ലെങ്ത് ഓഫ് അറേ 10. ഇവിടെ ആസ് യൂഷ്വൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എപ്പോഴും ഫസ്റ്റ് ഇൻഡെക്സ് 0 ആയിരിക്കും. പിന്നെ 1 2 3 4 5 6 7 8 9. ഇവിടെയും ഫോർത്ത് ഇൻഡെക്സ് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നു. ഇതാണ് ഒരു സിംഗിൾ ഡയമെൻഷൻ അറേയുടെ കോൺസെപ്റ്റ്. ഇനി ഇത് നമ്മൾ ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എങ്ങനെ റെപ്രസെന്റ് ചെയ്ത് നോക്കാം. സിൻടാക്സ് ഓഫ് ഡിക്ലെയറിംഗ് എ സിംഗിൾ ഡയമെൻഷണൽ അറേ ഇൻ ജാവ. ജാവയിൽ ഒരു സിംഗിൾ ഡയമെൻഷണൽ അറേ ഡിക്ലെയർ ചെയ്യുന്ന സിൻടാക്സ്. ഡേറ്റ ടൈപ്പ് സ്പേസ് നെയിം ഓഫ് ദി അറേ empty square bracket is equal to new data type and inside square bracket size then semicolon. ഇതാണ് ജാവയിൽ ഒരു സിംഗിൾ ഡയമെൻഷൻ അറേ ഡിക്ലെയർ ചെയ്യുന്ന സിൻടാക്സ്. ആദ്യം നമ്മൾ ഡാറ്റ ടൈപ്പ് പറയും, പിന്നെ സ്പേസ്, പിന്നെ അറേയുടെ നെയിം ഫോളോ ചെയ്ത് ഒരു empty സ്ക്വയർ ബ്രാക്കറ്റ് ഈസ് ഈക്വൽ ടു ന്യൂ എന്ന് പറഞ്ഞ കീവേഡ്, സ്പേസ്, വീണ്ടും ഡാറ്റ ടൈപ്പ്, അത് കഴിഞ്ഞ് വീണ്ടും ഒരു സ്ക്വയർ ബ്രാക്കറ്റ്. ആ സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ് നമ്മൾ സൈസ് പറയുന്നത്.
ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കിയാൽ INT space A empty square bracket is equal to new space INT inside square bracket 12 semicolon എന്ന് പറഞ്ഞ് ഇവിടെ നമ്മൾ ഇൻറ്റിജർ ടൈപ്പ് അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്, ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ്. അപ്പം ഡേറ്റ ടൈപ്പ് എന്നുള്ളത് INT. അപ്പോൾ ഈ അറേയിൽ നമ്മൾ ഇൻറ്റിജർ നമ്പേഴ്സ് മാത്രമേ സ്റ്റോർ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിവിടെ ഡേറ്റ ടൈപ്പ് INT ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ INT എന്നുള്ളത് ഡേറ്റ ടൈപ്പ്. അടുത്തത് A എന്നിവിടെ കാണിച്ചിരിക്കുന്നത് നെയിം ഓഫ് അറേ. എല്ലാ അറയ്ക്കും ഒരു പേരുണ്ട്. അപ്പോൾ ഇവിടെ ഈ എക്സാമ്പിളിൽ അറേയുടെ പേര് A എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് empty സ്ക്വയർ ബ്രാക്കറ്റ് ഈസ് ഈക്വൽ ടു ന്യൂ എന്നുള്ള ഓപ്പറേറ്റർ, കാരണം സ്പേസ് ഒക്കെ റിസർവ് ചെയ്യണം. അത് കഴിഞ്ഞ് വീണ്ടും ഡേറ്റ ടൈപ്പ് നമ്മൾ പറയുന്നു INT. അത് കഴിഞ്ഞ് വീണ്ടും ഒരു സ്ക്വയർ ബ്രാക്കറ്റ്, ആ സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ് നമ്മൾ സൈസ് പറയുന്നത്. അപ്പം ആദ്യം ഡേറ്റ ടൈപ്പ് സ്പേസ് നെയിം ഓഫ് ദി അറേ empty സ്ക്വയർ ബ്രാക്കറ്റ് ഈസ് ഈക്വൽ ടു ന്യൂ എന്നുള്ള കീവേഡ് സ്പേസ് ഡേറ്റ ടൈപ്പ് ബ്രാക്കറ്റിൽ സൈസ്. ഈ സിൻടാക്സ് ആണ് ജാവയിലെ അറേ ഡിക്ലറേഷൻ. അതേസമയം നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്റർ C+ പഠിച്ചപ്പം അവിടെ ഇപ്പം ഇതിനേക്കാളും സിമ്പിൾ ആയിരുന്നു. INT A എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യാമായിരുന്നു സ്ക്വയർ ബ്രാക്കറ്റ് വെച്ച്. ഇവിടെ അങ്ങനെയല്ല, INT സ്പേസ് അല്ലെങ്കിൽ ഡേറ്റ ടൈപ്പ് സ്പേസ് നെയിം ഓഫ് ദി അറേ empty സ്ക്വയർ ബ്രാക്കറ്റ് ഈസ് ഈക്വൽ ടു ന്യൂ എന്നുള്ള കീവേഡ് സ്പേസ് ഡേറ്റ ടൈപ്പ് ബ്രാക്കറ്റിലെ സൈസ്. ഈ അറേ ഡിക്ലറേഷൻ ആണ് താഴെ ഇല്ലസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഓൺ ഡയമെൻഷൻ അറേ. ഇവിടെ INT A എന്നുള്ളത് ന്യൂ INT 12 എന്ന് പറഞ്ഞ് ഇവിടെ നമ്മൾ സൈസ് 12 പറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ 12 വാല്യൂസ്, നമുക്ക് 12 ലൊക്കേഷൻസ് കാണാം. അപ്പം ഇൻഡെക്സ് നോക്കുമ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഡെക്സ് 0 വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടലി 12 ലൊക്കേഷൻസ്. അപ്പോൾ ഇൻഡെക്സ് 0 വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പം 0 മുതൽ 11 വരെ. ഇതിനകത്ത് ഫസ്റ്റ് A0 എന്നുള്ള ആദ്യത്തെ ലൊക്കേഷൻ, അതിൽ 1 സ്റ്റോർ ചെയ്തിരിക്കുന്നു. A1 2 സ്റ്റോർ ചെയ്തിരിക്കുന്നു. A2 3 സ്റ്റോർ ചെയ്തിരിക്കുന്നു. A3 4 സ്റ്റോർ ചെയ്തിരിക്കുന്നു. A4 5 സ്റ്റോർ ചെയ്തിരിക്കുന്നു. A5 6, A6 7, A7 8, A8 9, A9 10, A10 11, A11 12. ഇനി നമ്മൾ പ്രിന്റ് ചെയ്യാം. പ്രിന്റ് A5 ഔട്ട്പുട്ട് 6. കാരണം A5 എന്നുള്ള ലൊക്കേഷൻ, A5 എന്നുള്ള ഇൻഡെക്സിൽ ഇപ്പോൾ സ്റ്റോർ ചെയ്യുന്നത് എന്താണ് 6. അപ്പോൾ 6 അവിടെ ഔട്ട്പുട്ട് വരും. ഇവിടെ ഇത്രയും നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. സിൻടാക്സ് ഫോർ ഡിക്ലെയറിംഗ് ദി അറേ ഡേറ്റ ടൈപ്പ് സ്പേസ് നെയിം ഓഫ് ദി അറേ empty സ്ക്വയർ ബ്രാക്കറ്റ് ഈസ് ഈക്വൽ ടു ന്യൂ എന്ന് പറഞ്ഞ കീവേഡ് സ്പേസ് ഡേറ്റ ടൈപ്പ് ബ്രാക്കറ്റിൽ എക്സാമ്പിൾ INT A ഈസ് ഈക്വൽ ടു ന്യൂ INT 12. For example, INT space A empty square bracket is equal to new INT 10 എന്ന് പറഞ്ഞാൽ to create a single dimensional integer array with name A and size 10. ഈ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ജാവയിൽ ഈ പ്രോഗ്രാമിൽ നമ്മൾ ഈ ഒരു ലൈൻ യൂസ് ചെയ്താൽ A എന്ന് പറഞ്ഞ പേരിൽ ഒരു ഇൻറ്റിജർ അറേ ക്രിയേറ്റ് ചെയ്യും. അതിൽ നമുക്ക് ടോട്ടൽ എത്ര നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാം? 10 നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാം. ഞാൻ എൻ്റെ സൈസ് 10 ആണ്. അതേസമയം നമ്മൾ അടുത്ത വേർഡ് ഡിക്ലറേഷൻ ഫ്ലോട്ട് സ്പേസ് PQR empty സ്ക്വയർ ബ്രാക്കറ്റ് ഈസ് ഈക്വൽ ടു ന്യൂ സ്പേസ് ഫ്ലോട്ട് ബ്രാക്കറ്റ് 5 സെമിക്കോളൻ. ഇത് യൂസ് ചെയ്താൽ ടു ക്രിയേറ്റ് എ സിംഗിൾ ഡയമെൻഷണൽ ഫ്ലോട്ട് അറേ വിത്ത് നെയിം PQR ആൻഡ് സൈസ് 5. നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻറ്റിജർ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്കറിയാം ജാവയിൽ ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് ഉണ്ട്, ഫ്ലോട്ട് ഉണ്ട്, ഡബിൾ ഉണ്ട്, ക്യാരക്ടർ ഉണ്ട്, അങ്ങനെ പല ഡാറ്റ ടൈപ്പ് ഉണ്ട്. ഇതിൽ INT യൂസ് ചെയ്ത ഇൻറ്റിജർ. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്. PQR എന്ന് പറഞ്ഞാണ് അറേയുടെ നെയിം. ഇവിടെ സൈസ് 5 ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് 5 ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാം. 5 ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാം. അടുത്ത ഡബിൾ സ്പേസ് XYZ empty സ്ക്വയർ ബ്രാക്കറ്റ് ഈസ് ഈക്വൽ ടു ന്യൂ സ്പേസ് ഡബിൾ ഇൻസൈഡ് സ്ക്വയർ ബ്രാക്കറ്റ് 15 സെമിക്കോളൻ. INT പറഞ്ഞപ്പം ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് ആയിരുന്നു. ഫ്ലോട്ട് പറഞ്ഞപ്പം ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ്.
അപ്പോൾ ഇപ്പോൾ ഡബിൾ പറയുമ്പം ഡബിൾ ഡാറ്റ ടൈപ്പ്. ടു ക്രിയേറ്റ് എ സിംഗിൾ ഡയമെൻഷണൽ ഡബിൾ അറേ വിത്ത് നെയിം XYZ ആൻഡ് സൈസ് 50. അറേയുടെ ടൈപ്പ്, ഡാറ്റ ടൈപ്പ് ഡബിൾ, അതിൻ്റെ പേര് XYZ, അതിൻ്റെ സൈസ് 50. ചാർ സ്പേസ് ABC empty bracket is equal to new space char സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 5 സെമിക്കോളൻ എന്ന് പറഞ്ഞാൽ ഈ ലൈൻ യൂസ് ചെയ്താൽ ടു ക്രിയേറ്റ് എ സിംഗിൾ ഡയമെൻഷണൽ ക്യാരക്ടർ അറേ വിത്ത് നെയിം ABC ആൻഡ് സൈസ് 5. ക്യാരക്ടർ ടൈപ്പ് അറേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അതിൻ്റെ അറേയുടെ നെയിം ABC, സൈസ് 5. ഇപ്പം INT വെച്ച് ഇൻറ്റിജർ, ഫ്ലോട്ട് വെച്ച് ഫ്ലോട്ട്, ഡബിൾ വെച്ച് ഡബിൾ, CHAR ചാർ വെച്ച് ക്യാരക്ടർ. ഇനി നമുക്ക് ഈ സിംഗിൾ ഡയമെൻഷൻ അറേയുടെ പ്രോഗ്രാംസിലോട്ട് പോകാം. ആദ്യത്തെ പ്രോഗ്രാം ടു അക്സെപ്റ്റ് നമ്പേഴ്സ് ഇൻ ടു ആൻ അറേ ആൻഡ് ടു ഡിസ്പ്ലേ ദം. പ്രോഗ്രാം ടു അക്സെപ്റ്റ് നമ്പേഴ്സ് ഇൻ ടു ആൻ അറേ ആൻഡ് ടു ഡിസ്പ്ലേ ദം. ഒരു അറേയിലോട്ട് നമ്പേഴ്സ് കീബോർഡ് വഴി അക്സെപ്റ്റ് ചെയ്യാനും ആ അക്സെപ്റ്റ് ചെയ്ത നമ്പേഴ്സ് തിരിച്ചതേപോലെ ഡിസ്പ്ലേ ചെയ്യാനും. ഇമ്പോർട്ട് java.io.star സെമിക്കോളൻ. ഇവിടെയും കീബോർഡിൽ നിന്നാണ് നമ്പേഴ്സ് അക്സെപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പല പ്രാവശ്യം ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ ബഫേർഡ് റീഡർ ക്ലാസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. അതുകൊണ്ട് java.io.star എന്നുള്ള കമാൻഡ് വെച്ച് പാക്കേജ് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. ഇൻപുട്ട് സ്ട്രീം റീഡറും ബഫേർഡ് റീഡർ ഒക്കെ വരുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യേണ്ടി വരും. അടുത്ത ക്ലാസ് അറേ. ഇവിടെ ക്ലാസിൻ്റെ പേര് അറേ തന്നെ കൊടുത്തു, ക്ലാസ് അറേ. ആ ക്ലാസിൻ്റെ ഓപ്പണിംഗ് ബ്രേസ്. ഇനി വേരിയബിൾ ഡിക്ലറേഷൻ INT സ്പേസ് I, N. ഇവിടെ നമ്മൾ I എന്ന് പറഞ്ഞ പേരിലും N എന്ന് പറഞ്ഞ പേരിലും 2 ഇൻറ്റിജർ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യണം. കാരണം ഇതിനകത്ത് അറയ്ക്കകത്ത് നമ്മൾ നമ്പേഴ്സൊക്കെ സ്റ്റോർ ചെയ്യുമ്പം ഫോർ ലൂപ്പ് ഒക്കെ യൂസ് ചെയ്ത് ഐട്രേറ്റ് ചെയ്താണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ I-യും N-ഉം. ഇനിയാണ് ഒരു സിംഗിൾ ഡയമെൻഷൻ അറേ. ഈ പ്രോഗ്രാം തന്നെ ഒരു അറേയിലോട്ട് ഇൻറ്റിജർ നമ്പേഴ്സ് അക്സെപ്റ്റ് ചെയ്യാനും അത് കഴിഞ്ഞ് അറേയിലുള്ള നമ്പേഴ്സ് തിരിച്ച് ഡിസ്പ്ലേ ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻറ്റിജർ അറേ ഡിക്ലറേഷൻ ഇവിടെ വേണം. അതിൻ്റെ സിൻടാക്സ് ടു ക്രിയേറ്റ് എ സിംഗിൾ ഡയമെൻഷൻ ഇൻറ്റിജർ അറേ വിത്ത് നെയിം A ആൻഡ് സൈസ് 10. INT സ്പേസ് A empty സ്ക്വയർ ബ്രാക്കറ്റ് is equal to new സ്പേസ് INT ഇൻസൈഡ് സ്ക്വയർ ബ്രാക്കറ്റ് 10. ഈ ലൈൻ കമ്പ്യൂട്ടർ എക്സിക്യൂട്ട് ചെയ്യുമ്പം A എന്ന് പറഞ്ഞ പേരിൽ ഒരു ഇൻറ്റിജർ അറേ ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ ഇൻറ്റിജർ അറേയിൽ 10 നമ്പേഴ്സ് വരെ നമുക്ക് സ്റ്റോർ ചെയ്യാം. ടു ക്രിയേറ്റ് എ സിംഗിൾ ഡയമെൻഷണൽ ഇൻറ്റിജർ അറേ വിത്ത് നെയിം A ആൻഡ് സൈസ് 10. ഇനി ഇതിനകത്ത് ആദ്യത്തെ മെത്തേഡ് വോയിഡ് ഗെറ്റ് നമ്പേഴ്സ് ത്രോസ് IO എക്സെപ്ഷൻ. ഈ അറേയിലോട്ട് നമുക്ക് കീബോർഡിൽ നിന്ന് നമ്പേഴ്സ് അക്സെപ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി കീബോർഡിൽ നിന്ന് നമ്പേഴ്സ് എടുക്കാനുള്ള മെത്തേഡാണ് ഗെറ്റ് നമ്പേഴ്സ്. ഇതിനകത്ത് നമ്മൾ ബഫേർഡ് റീഡർ ക്ലാസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഇൻപുട്ട് സ്ട്രീം റീഡർ ക്ലാസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എക്സെപ്ഷൻ ഹാൻഡിലിംഗ് വേണം. അതിന് വേണ്ടിയാണ് ത്രോസ് IO എക്സെപ്ഷൻ. ആ മെത്തേഡിന്റെ ഓപ്പണിംഗ് ബ്രേസ് ബഫേർഡ് റീഡർ BR is equal to new buffer reader new input stream reader system.in റീഡ് ചെയ്യാനുള്ള. ഇനി ഒരു ബ്ലാങ്ക് ലൈൻ പ്രിന്റ് ചെയ്യാൻ വേണ്ടി system.out.println. അടുത്ത system.out.print how many numbers. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പം ആദ്യം കമ്പ്യൂട്ടർ സ്ക്രീനിൽ how many numbers എന്ന് വരും. കാരണം ഇവിടെ നമുക്ക് അറിയില്ല 5 നമ്പറാണോ 10 നമ്പറാണോ സ്റ്റോർ ചെയ്യണമെന്ന് പറഞ്ഞാൽ പിന്നെ ഫോർ ലൂപ്പിലായിട്ട് അത്രയും നമ്പർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ C++ലെ പോലെ തന്നെയാണ്. system.out.print how many numbers. ഈ നമ്പേഴ്സിൻ്റെ എണ്ണം സ്റ്റോർ ചെയ്യാനാണ് n എന്ന് പറഞ്ഞ വേരിയബിൾ. അപ്പോൾ n is equal to integer dot parse int br dot read line സെമിക്കോളൻ. അപ്പോൾ നമ്മൾ ഏത് നമ്പറാണോ, ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 5 എന്നുള്ള നമ്പർ ക്യാരക്ടർ ഫോമിൽ നിന്ന് കീബോർഡിൽ നിന്ന് എടുക്കുള്ളൂ. അതിനെ പാഴ്സ് INT വെച്ച് ഇൻറ്റിജർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് n എന്ന് പറഞ്ഞ വേരിയബിൾ സ്റ്റോർ ചെയ്യും. എന്ന് വെച്ചാൽ n is equal to 5 എന്നായിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന അറേയിൽ നമുക്ക് 5 നമ്പേഴ്സ് ഇപ്പോൾ എൻ്റർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളതെന്ന് നടത്താം. അടുത്ത വീണ്ടും ഒരു ബ്ലാങ്ക് ലൈൻ വരാൻ വേണ്ടി system.out.println. അടുത്ത system.out.print എൻ്റർ നമ്പേഴ്സ്. അപ്പോൾ ആദ്യം നമ്മൾ എത്ര നമ്പേഴ്സ് എൻ്റർ ചെയ്യണമെന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ അതാണ് ഹൗ മെനി നമ്പേഴ്സ്, എത്ര നമ്പേഴ്സ് എൻ്റർ ചെയ്യേണ്ടി വരും. അവിടെ നമ്മൾ എക്സാമ്പിൾ 5 എന്ന് കൊടുത്തെന്നിരിക്കട്ടെ.
അങ്ങനെയാണെങ്കിൽ ഇനി ആ ഓരോ നമ്പറും എൻ്റർ ചെയ്യാൻ പറയാം. അതിന് വേണ്ടിയാണ് system.out.print enter numbers. ഇത് നമുക്ക് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അറയിലോട്ട് ഇപ്പം നേരത്തെ ഹൗ മെനി നമ്പേഴ്സ് ഇപ്പോൾ 5 എന്ന് കൊടുത്താൽ 5 നമ്പർ എൻ്റർ ചെയ്യാൻ പറ്റണം. അതേസമയം ഹൗ മെനി നമ്പേഴ്സ് 10 കൊടുത്തിരുന്നത് 10 നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ പറ്റണം. ഇവിടെ നമുക്കൊരു ഫോർ ലൂപ്പ് അടുത്തത് യൂസ് ചെയ്യേണ്ടി വരും. for I is equal to 0 semicolon I less than n semicolon I plus plus. C++ അതേപോലെയാണ് ഈ ലൂപ്പിലിട്ട് കിടക്കുക. അപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഐയുടെ വാല്യൂ 0 ആയിരിക്കും. നമ്മൾ 5 ആണ് ഹൗ മെനി നമ്പേഴ്സ് 5 ആണ് കൊടുത്തതെങ്കിൽ ഐയുടെ വാല്യൂ 0 ആയി. ആ 0 5-നെക്കാളും താഴെയാണെന്ന് നോക്കൂ. എന്ന് വെച്ചാൽ അവിടെ ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് I is equal to 0, ടെക്സ്റ്റ് എക്സ്പ്രഷൻ I less than n, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് I plus plus. അപ്പോൾ ആദ്യം ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് I is equal to 0 ചെയ്യും. എന്നിട്ട് ടെക്സ്റ്റ് എക്സ്പ്രഷനോട്ട് പോലും I less than n. 5യുടെ വാല്യൂ 0 ആണ്, 0 ലെസ് ദാൻ 5 ട്രൂ ആണെങ്കിൽ നേരെ ഫോർ ലൂപ്പിന്റെ ബോഡിയിലോട്ട് വരും. ഈ ബോഡിയിലാണ് കീബോർഡിൽ നിന്ന് ഫസ്റ്റ് നമ്പർ കീബോർഡിൽ നിന്ന് നമ്പേഴ്സ് എടുക്കാനുള്ള സിന്റാക്സ്. A of I is equal to integer dot parse int br dot readline. ഇവിടെ A of I എന്ന് പറഞ്ഞാൽ ഇപ്പം A of 0 എന്ന് പറഞ്ഞാൽ അറയിൽ ഫസ്റ്റ് പൊസിഷൻ. ഇപ്പം നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ അറയിൽ ഫസ്റ്റ് പൊസിഷനിൽ വരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്പർ 2 എൻ്റർ ചെയ്താൽ 2 എന്നുള്ള അറയുടെ ഫസ്റ്റ് പൊസിഷനിൽ വരും. വീണ്ടും I പ്ലസ് പ്ലസ് ഐയുടെ വാല്യൂ 1 ആവും. വീണ്ടും ടെക്സ്റ്റ് എക്സ്പ്രഷനിലോട്ട് വരും 1 ലെസ് ദാൻ n, എന്നിൻ്റെ വാല്യൂ 5 ആണെങ്കിൽ 1 ലെസ് ദാൻ 5. വീണ്ടും ആ കണ്ടീഷൻ ട്രൂ ആണ്. ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ വീണ്ടും ഫോർ ലൂപ്പിന്റെ ബോഡിയിലോട്ട് വരും. ഇതൊക്കെ പഴയ പോലെയാണ്, C++ പോലെയാണ്, യാതൊരു വ്യത്യാസമില്ല. അപ്പോൾ വീണ്ടും അപ്പം ബോഡിയിൽ A of I എന്ന് വെച്ചാൽ ഇപ്പം A of 1 ഈസ് ഈക്വൽ ടു 0. അപ്പം രണ്ടാമത് എൻ്റർ ചെയ്യുന്ന നമ്പർ അറയിൽ A of 1 പൊസിഷനിൽ വരും. വീണ്ടും I പ്ലസ് പ്ലസ് വരുമ്പം ഐയുടെ വാല്യൂ 1 ആയിരുന്നു, ഇപ്പം ഒന്നും കൂടെ കൂടും, അപ്പം 2 ആവും. വീണ്ടും ടെക്സ്റ്റ് എക്സ്പ്രഷൻ വരുമ്പം 2 ലെസ് ദാൻ 5 വീണ്ടും ട്രൂ ആണ്, വീണ്ടും ബോഡിയിലോട്ട് വരും. അപ്പോൾ A2 സ്റ്റോർ ചെയ്യും. അങ്ങനെ A0 ആദ്യത്തെ നമ്പർ, A1 രണ്ടാമത്തെ നമ്പർ, A2 മൂന്നാമത്തെ നമ്പർ, A3 നാലാമത്തെ നമ്പർ, A4 അഞ്ചാമത്തെ നമ്പർ, A5 ആകുമ്പോഴത്തേക്കും. ഇങ്ങനെ ഫോർ ലൂപ്പിലിട്ട് കറക്കിയിട്ടാണ് നമ്മൾ നമ്പേഴ്സ് കീബോർഡ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയാണ് ഈ ഗെറ്റ് നമ്പേഴ്സ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ മെത്തേഡ് കഴിഞ്ഞു, ആ മെത്തേഡ് നമ്മൾ ക്ലോസ് ചെയ്തു. എന്ന് വെച്ചാൽ ഈ ഗെറ്റ് നമ്പേഴ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പം നമ്മൾ അറയിലോട്ട് നമ്പേഴ്സ് സ്റ്റോർ ചെയ്തു. ഇനി അടുത്തത് ഈ നമ്പേഴ്സ് തിരിച്ച് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. അതിനടുത്തത് വോയിഡ് ഡിസ്പ്ലേ അറേ. അടുത്ത മെത്തേഡ് വോയിഡ് ഡിസ്പ്ലേ അറേ. അതിൻ്റെ ഓപ്പണിംഗ് ബ്രേസ് ഒരു ബ്ലാങ്ക് ലൈൻ പ്രിന്റ് ചെയ്യാൻ വേണ്ടി system.out.println. അടുത്ത system.out.print entered numbers are. അപ്പോൾ നമ്മൾ നേരത്തെ 5 or 10 നമ്പർ എൻ്റർ ചെയ്തിട്ടുണ്ട്, ആ നമ്പർ തിരിച്ച് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി. അപ്പോൾ entered numbers are. വീണ്ടും തിരിച്ച് ഡിസ്പ്ലേ ചെയ്യണമെങ്കിലും നിങ്ങൾക്കറിയാം, അക്സെപ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ ഫോർ ലൂപ്പിലിട്ട് അക്സെപ്റ്റ് ചെയ്തതുപോലെ തിരിച്ച് ഡിസ്പ്ലേ ചെയ്യുമ്പോഴും നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യേണ്ടി വരും. for I is equal to 0 semicolon I less than n semicolon I plus plus. ഈ ഫോർ ലൂപ്പിന്റെ ബോഡി ആയിട്ട് system.out.print ആദ്യം ഒരു സ്പേസ് വരാൻ വേണ്ടി empty ആയിട്ടൊരു കോഡ്സ് കൊടുത്തു, പ്ലസ് A of I. അപ്പോൾ ആദ്യം ഒരു സ്പേസ് വരും. പിന്നെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഐയുടെ വാല്യൂ 0 ആണ്, 0 ലെസ് ദാൻ 5 ആണ്. ബോഡി വരുമ്പോൾ A of 0 എന്ന് വെച്ചാൽ A of 0 പൊസിഷനിലെ നമ്പർ അവിടെ തിരിച്ച് പ്രിന്റ് ചെയ്യും. വീണ്ടും I പ്ലസ് പ്ലസിലോട്ട് വരും, അപ്പോൾ 0 എന്നുള്ളത് 1 ആവും. വീണ്ടും ടെക്സ്റ്റ് എക്സ്പ്രഷനിലോട്ട് വരും 1 ലെസ് ദാൻ 5, വീണ്ടും ട്രൂ ആണ്, അപ്പോൾ വീണ്ടും ബോഡിയിലോട്ട് വരും. അപ്പോൾ അടുത്ത സ്പേസ് കഴിഞ്ഞിട്ട് വീണ്ടും A of 1 പ്രിന്റ് ചെയ്യും. വീണ്ടും കറങ്ങുമ്പോൾ സ്പേസ് കഴിഞ്ഞിട്ട് A of 2 പ്രിന്റ് ചെയ്യും. അങ്ങനെ A of 4 വരെ പ്രിന്റ് ചെയ്യും. 5 ആകുമ്പോൾ ലൂപ്പിന് വെളിയാണ്. അപ്പം നേരത്തെ ഫോർ ലൂപ്പ് വഴി അറയിലോട്ട് നമ്പർ എടുത്തതുപോലെ ഇവിടെ ഫോർ ലൂപ്പ് വഴി നമ്മൾ നമ്പർ തിരിച്ച് ഡിസ്പ്ലേ ചെയ്യിക്കുന്നു. ഡിസ്പ്ലേ അറേ എന്നുള്ളത് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ആ ക്ലാസ്സും കഴിഞ്ഞു. ഇനി മെയിൻ ക്ലാസ് ഡെമോ അറേ. മെയിൻ ക്ലാസിന്റെ ഓപ്പണിംഗ് ബ്രേസ്. ഇനി മെയിൻ മെത്തേഡ് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മീൻ സ്ട്രിംഗ് args ത്രോസ് IO എക്സെപ്ഷൻ. ആ മെയിൻ മെത്തേഡിന്റെ ഓപ്പണിംഗ് ബ്രേസ്. ഇനി നമ്മൾ ക്ലാസിന്റെ പേര് അറിയുന്നതാണോ, ഇവിടെ നമ്മൾ A എന്ന ഓബ്ജക്റ്റ് ക്രിയേറ്റ് അറേ സ്പേസ് A ന്യൂ അറേ. ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ A എന്ന് പറഞ്ഞ പേജിൽ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ A ഡോട്ട് ഓപ്പറേറ്റർ വെച്ചാണ് നമ്മൾ നേരത്തെയുള്ള ഗെറ്റ് നമ്പേഴ്സും ഡിസ്പ്ലേ അറേ മെത്തേഡൊക്കെ വിളിക്കാൻ പോകുന്നത്. A ഡോട്ട് ഗെറ്റ് നമ്പേഴ്സ്
അപ്പം ഗെറ്റ് നമ്പേഴ്സ് മെത്തേഡ് വർക്ക് ചെയ്യും. അപ്പോഴും നമുക്ക് കീബോർഡിൽ നിന്ന് നമ്പേഴ്സ് അറേയിലോട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. അടുത്ത എ ഡോട്ട് ഡിസ്പ്ലേ അറേ, ആ സ്റ്റോർ ചെയ്ത നമ്പേഴ്സ് തിരിച്ച് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി എ ഡോട്ട് ഡിസ്പ്ലേ അറേ നമുക്ക് യൂസ് ചെയ്യാം. മെയിൻ മെത്തേഡ് ക്ലോസ് ചെയ്തു, മെയിൻ ക്ലാസ് ക്ലോസ് ചെയ്തു. ഇതാണ് പ്രോഗ്രാം. ഇനി നമുക്ക് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഉള്ള ഔട്ട്പുട്ട് നമുക്ക് നോക്കാം. ഔട്ട്പുട്ട് ഇവിടെയും ഡെമോ അറേ എന്നുള്ളതാണ് മെയിൻ ക്ലാസിന്റെ പേര്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് ഡെമോ അറേ ഡോട്ട് ജാവ. അത് കമ്പൈൽ ചെയ്യാൻ വേണ്ടി ജാവ സി സ്പേസ് ഡെമോ അറേ ഡോട്ട് ജാവ. അടുത്ത റൺ ചെയ്യാൻ വേണ്ടി ജാവ സ്പേസ് ഡെമോ അറേ. അപ്പോൾ ഹൗ മെനി നമ്പേഴ്സും ചോദിക്കും. ഈ എക്സാമ്പിളിൽ 5 എന്ന് എൻ്റർ ചെയ്തു. അപ്പോൾ അടുത്തത് എൻ്റർ നമ്പേഴ്സ് എന്ന് പറയും. ആദ്യത്തെ നമ്പർ 23, പിന്നെ എൻ്റർ 78, എൻ്റർ 99, എൻ്റർ 75, എൻ്റർ 10. ഇവിടെയാണ് പ്രത്യേകത. നമ്മൾ C++ ഫസ്റ്റ് സെമസ്റ്റർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് 2 ചോയ്സ് ഉണ്ടായിരുന്നു. ഒന്നീ ഓരോ നമ്പറും എഴുതി ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്പേസും കൊടുക്കായിരുന്നു. പക്ഷെ ഇവിടെ സ്പേസ് കൊടുക്കാൻ പറ്റില്ല, കമ്പൽസറി ആയിട്ട് എൻ്റർ ചെയ്യണം. അപ്പോൾ എൻ്റർ നമ്പേഴ്സ് പറയുമ്പോൾ ആദ്യം ഈ എക്സാമ്പിൾ 23 എൻ്റർ ചെയ്തു, 23 എൻ്റർ ചെയ്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക. പിന്നെ 78 എൻ്റർ ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. പിന്നെ 99, പിന്നെ 75, പിന്നെ 10. അല്ലാതെ ഇവിടെ 23 സ്പേസ് 78 സ്പേസ് 99 അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, എൻ്റർ തന്നെ പ്രസ് ചെയ്യണം. അപ്പം അങ്ങനെ നമ്മളിവിടെ 5 നമ്പേഴ്സ് കൊടുത്തു. എൻ്റർ നമ്പേഴ്സ് ആർ 23, 78, 99, 75, 10. ആണ് ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട്. അടുത്ത പ്രോഗ്രാം ടു ഫൈൻഡ് ദി സം ഓഫ് ദി നമ്പേഴ്സ് ഇൻ ആൻ അറേ. ഒരു അറേയിൽ കുറേ ഉണ്ട്, ആ നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കാം. പ്രോഗ്രാം ടു ഫൈൻഡ് ദി സം ഓഫ് ദി നമ്പേഴ്സ് ഇൻ ആൻ അറേ. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യം. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ ഒരുപാട് പ്രോഗ്രാം യൂസ് ചെയ്താണ്. ബഫർ റീഡർ ക്ലാസ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ ഇമ്പോർട്ട് ജാവ ഡോട്ട് IO ഡോട്ട് സ്റ്റാർ സെമിക്കോളൻ ക്ലാസ് അറേ സം എന്ന് പറഞ്ഞ ക്ലാസിന്റെ പേര് അറേ. ആ ക്ലാസ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. വേരിയബിൾ ഡിക്ലറേഷൻ IND സ്പേസ് I, N, is equal to 0. ലൂപ്പിലിട്ട് I is equal to 0 വെച്ച് ലൂപ്പിലിട്ട് കറക്കാൻ വേണ്ടി I. മൊത്തം എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് പറയാൻ വേണ്ടിയുള്ള നമ്പർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി N. ഇവിടെ നമുക്ക് സം കണ്ടുപിടിക്കണം. ആ സം സ്റ്റോർ ചെയ്യാൻ വേണ്ടി S. ഇവിടെ ആദ്യമേ നമ്മൾ സമ്മിന്റെ വാല്യൂ 0 വെച്ചെങ്കിൽ ഇനിഷ്യലൈസ് ചെയ്യാണ്. ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയാണ് S is equal to 0. ഇനി വീണ്ടും നമ്മളിവിടെ എല്ലാം അറേ ബേസ് ചെയ്യാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അറേ ഡിക്ലറേഷൻ ടു ക്രിയേറ്റ് എ സിംഗിൾ ഡയമെൻഷണൽ ഇൻറ്റിജർ അറേ വിത്ത് നെയിം A ആൻഡ് സൈസ് 10. IND സ്പേസ് A empty സ്ക്വയർ ബ്രാക്കറ്റ് is equal to new സ്പേസ് IND സ്ക്വയർ ബ്രാക്കറ്റ് 10. ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പം A എന്നുള്ള പേരിൽ 10 ഇൻറ്റിജർ നമ്പർ സ്റ്റോർ ചെയ്യാവുന്ന ഒരു അറേ ക്രിയേറ്റ് ചെയ്യപ്പെടും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ അറേയിലോട്ട് നമ്പേഴ്സ് അക്സെപ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയുള്ള പഴയ മെത്തേഡ് തന്നെയാണ് വേർഡ് ഗെറ്റ് നമ്പേഴ്സ് ത്രോ IO എക്സെപ്ഷൻ. ആ മെത്തേഡിന്റെ ഓപ്പണിംഗ് ബ്രേസ് ബഫർ റീഡർ BR is equal to new ബഫർ റീഡർ ന്യൂ ഇൻപുട്ട് സ്ട്രീം റീഡർ സിസ്റ്റം ഡോട്ട് ഇൻ. വീണ്ടും ഒരു ബ്ലാങ്ക് ലൈൻ പ്രിന്റ് ചെയ്യാൻ വേണ്ടി സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എല്ലാം സിസ്റ്റം ഡോട്ട് പ്രിന്റ് ഹൗ മെനി നമ്പേഴ്സ്, അറേയിൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിക്കുന്നു. N is equal to integer dot parse IND BR dot read line. ഇപ്പം നമ്മൾ അറേയിൽ എത്ര നമ്പർ സ്റ്റോർ ചെയ്യാൻ പോകുന്നു. 5 എങ്കിൽ 5, 10 എങ്കിൽ 10, 20 എങ്കിൽ 20. നമ്മൾ ഏത് നമ്പർ എൻ്റർ ചെയ്യുന്നു അത് N സ്റ്റോർ ചെയ്യും. അത്രയും നമ്പേഴ്സ് അറേയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇപ്പം എത്ര നമ്പേഴ്സ് എൻ്റർ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ഓരോ നമ്പർ നമുക്ക് എൻ്റർ ചെയ്യണം. ഔട്ട് ഡോട്ട് പ്രിന്റ് ലൈൻ ഒരു ബ്ലാങ്ക് ലൈൻ വരാൻ വേണ്ടി ഔട്ട് ഡോട്ട് പ്രിന്റ് ലൈൻ അടുത്ത ഔട്ട് ഡോട്ട് പ്രിന്റ് എൻ്റർ നമ്പേഴ്സ്. സ്വാഭാവികമായിട്ടും വീണ്ടും ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ അറേ ആണ്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ 5 10 നമ്പർ, നമ്മൾ 5 നേരത്തെ ഹൗ മെനി നമ്പേഴ്സ് 5 കൊടുത്തതെങ്കിൽ 5 നമ്പർ എൻ്റർ ചെയ്യാം. അതേസമയം ഹൗ മെനി നമ്പേഴ്സ് 10 കൊടുത്തതെങ്കിൽ 10 നമ്പർ എൻ്റർ ചെയ്യാം. എനിവേ വീണ്ടും ഇവിടെ അപ്പോൾ സ്വാഭാവികമായിട്ട് ഏത് യൂസ് ചെയ്യേണ്ടി വരും? ഫോർ ലൂപ്പ് യൂസ് ചെയ്യേണ്ടി വരും. for I is equal to 0 സെമിക്കോളൻ I less than n സെമിക്കോളൻ I plus plus. ആ ഫോർ ലൂപ്പിനകത്ത് ബോഡി ആയിട്ട് A of I is equal to integer dot parse IND BR dot read line. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പം ഫോർ ലൂപ്പിലിട്ട് നമ്മൾ ഐട്രേറ്റ് ചെയ്ത് കഴിയുമ്പം 0 മുതൽ N വരെ ഐട്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത്രയും നമ്പേഴ്സ് നമുക്ക് കീബോർഡിൽ നിന്ന് എടുത്ത് ഫസ്റ്റ് നമ്പർ A of 0 വരും, സെക്കൻഡ് നമ്പർ A of 1 വരും, തേർഡ് നമ്പർ A of 2 വരും. അങ്ങനെ I less than n വരുന്നത് വരെ ഇത് അത്രയും നമ്പേഴ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാം.
ഈ മെത്തേഡ് ഗെറ്റ് നമ്പേഴ്സ് മെത്തേഡ് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. അപ്പം ഗെറ്റ് നമ്പേഴ്സ് ചെയ്ത് കഴിയുമ്പം ആദ്യം എത്ര നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ ഹൗ മെനി നമ്പേഴ്സ് എന്ന് കമ്പ്യൂട്ടർ ചോദിച്ചു. അപ്പോൾ നമ്മളൊരു വാല്യൂ പറഞ്ഞു. അടുത്തത് ആ നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ പറഞ്ഞു, ആ നമ്പർ എൻ്റർ ചെയ്തു. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് ഇത് തിരിച്ച് ഡിസ്പ്ലേ ചെയ്യാം. പ്രോപ്പർ ഫോർമാറ്റ് തിരിച്ച് ഡിസ്പ്ലേ ചെയ്യണം. നമ്മൾ നേരത്തെ നോക്കിയാണ്. ആ മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു ബ്ലാങ്ക് ലൈൻ പ്രിന്റ് ചെയ്യാൻ വേണ്ടി സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എല്ലാം. അടുത്ത സിസ്റ്റം ഡോട്ട് ഡോട്ട് പ്രിന്റ് എൻ്റേർഡ് നമ്പേഴ്സ് ആർ. ഇവിടെ എത്ര നമ്പർ എൻ്റർ ചെയ്തു, ആ എൻ്റേർഡ് നമ്പേഴ്സ് ആർ എന്ന് പറഞ്ഞു വന്നു. വീണ്ടും ഇവിടെയും നമ്പേഴ്സ് തിരിച്ച് നമ്മൾ അക്സെപ്റ്റ് ചെയ്തത് ഫോർ ലൂപ്പിലേക്ക് അക്സെപ്റ്റ് ചെയ്തതുപോലെ തിരിച്ച് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഫോർ ലൂപ്പ് യൂസ് ചെയ്യേണ്ടി വരും. ഫോർ ഐ is equal to 0 സെമിക്കോളൻ ഐ ലെസ് ദാൻ സെമിക്കോളൻ ഐ പ്ലസ് പ്ലസ് പ്രിന്റ് സ്പേസ് പ്ലസ് എ എഫ് ഐ. വീണ്ടും ഒരു ബ്ലാങ്ക് ലൈൻ പ്രിന്റ് ചെയ്യാൻ വേണ്ടി പ്രിന്റ് എല്ലാം ഡിസ്പ്ലേ അറേ മെത്തേഡ് ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഗെറ്റ് നമ്പേഴ്സ് വെച്ച് നമ്പേഴ്സ് അക്സെപ്റ്റ് ചെയ്തു, തിരിച്ച് ഡിസ്പ്ലേ ചെയ്തു. അതിനെയാണ് എൻ്റെ മെയിൻ ലോജിക് വരുന്നത്, സം കണ്ടുപിടിക്കാനുള്ള. വോയിഡ് സം, ആ മെത്തേഡിൻ്റെ ഓപ്പണിംഗ് ബ്രേസ്. വീണ്ടും അടുത്ത ഫോർ ലൂപ്പ് ഫോർ ഐ is equal to 0 സെമിക്കോളൻ ഐ ലെസ് ദാൻ സെമിക്കോളൻ ഐ പ്ലസ് പ്ലസ്. അതിൻ്റെ ബോഡി s is equal to s plus a of i സെമിക്കോളൻ. സം ഇവിടെ നമ്മൾ ആദ്യം സം ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം വരുമ്പോൾ ഐ is equal to 0 ആയിരിക്കും. s is equal to സം 0 പ്ലസ് എ ഓഫ് 0. അപ്പം അറേയിൽ ആദ്യത്തെ എലിമെൻ്റ് ഏതാണോ അത് എസിൻ്റെ കൂടെ ആഡ് ചെയ്യും. എസ് ഇപ്പോൾ 0 ആണ്, അപ്പോൾ ആ നമ്പർ തന്നെ വരും. വീണ്ടും അടുത്ത ഐ പ്ലസ് പ്ലസ് വരുമ്പോൾ ഐ is equal to 1 ആവും. 1 ലെസ് ദാൻ 5 ആണെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആവും. വീണ്ടും ബോഡിയിലോട്ട് വരും. അപ്പോൾ എസ് is equal to എസ് പ്ലസ് എന്ന് പറയുമ്പം നേരത്തെ ഉള്ള എസ് ഫസ്റ്റ് നമ്പർ 5 ആണെങ്കിൽ എസ്സിൽ 5 ആയിരുന്നു. അപ്പോൾ 5 പ്ലസ് സെക്കൻഡ് നമ്പർ. ഇതും ബാക്കിയുള്ള റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. ഇതേ പ്രോഗ്രാം നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ C++ ചെയ്തതാണ്. നിങ്ങൾക്ക് ഈ ലോജിക്ക് അറിയാം. അപ്പം നമുക്ക് ഈ സം റിപ്പീറ്റ് ചെയ്ത് അവസാനം ഈ ഫോർ ലൂപ്പ് ഫുള്ളായിട്ട് കഴിയുമ്പം സം എവിടെ വരും, എസ്സിൽ വന്നിട്ടുണ്ടാവും. വീണ്ടും ഒരു ബ്ലാങ്ക് ലൈൻ പ്രിന്റ് ചെയ്യാൻ വേണ്ടി അത് നമ്മൾ പ്രിന്റ് ചെയ്യുകയാണ്. ഔട്ട്ഡോർ പ്രിന്റ് അല്ലേ ദി സം ഓഫ് ദി എലിമെന്റ്സ് ഓഫ് ദി അറേസ് എന്ന് പറഞ്ഞ് പ്ലസസ്. അതിൽ ഏത് പ്രിന്റ് ചെയ്യിക്കുന്നു, സം നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. ആ സം എന്ന് പറഞ്ഞ മെത്തേഡ് ക്ലോസ് ചെയ്തു. അടുത്ത് നമ്മൾ ക്ലാസ്സും ക്ലോസ് ചെയ്തു. ഇനി ഇതിന്റെ മെയിൻ ക്ലാസ്സിനകത്ത് മെയിൻ മെത്തേഡ് ക്ലാസ് സം ഓഫ് അറേ എന്ന് പറഞ്ഞ് മെയിൻ ക്ലാസിന്റെ ഓപ്പണിംഗ് ബ്രേസ്. ഇനി മെയിൻ മെത്തേഡ് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മീൻ സ്ട്രിംഗ് args ത്രോസ് io എക്സെപ്ഷൻ. ആ മെയിൻ മെത്തേഡിന്റെ ഓപ്പണിംഗ് ബ്രേസ്. ഇവിടെ നമ്മൾ ക്ലാസിന്റെ പേര് അറേ സം എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ as എന്ന് പറഞ്ഞ പേരിൽ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അറേ സം സ്പേസ് as is equal to ന്യൂ അറേ സം. ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പം as എന്ന് പറഞ്ഞ പേരിൽ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ആവും. ഇനി ആ ഓബ്ജക്റ്റ് ഡോട്ട് ഓപ്പറേറ്റർ വെച്ചാണ് ഇതിനകത്തുള്ള എല്ലാ മെത്തേഡ്സ് നമ്മൾ വിളിക്കാൻ പോകുന്നത്. ആദ്യം as ഡോട്ട് ഗെറ്റ് നമ്പേഴ്സ്, കീബോർഡിൽ നിന്ന് നമ്പേഴ്സ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി as ഡോട്ട് ഗെറ്റ് നമ്പേഴ്സ്. അടുത്ത് അത് തിരിച്ച് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി as ഡോട്ട് ഡിസ്പ്ലേ അറേ. സം കണ്ടുപിടിക്കാൻ വേണ്ടി as ഡോട്ട് സം. അപ്പം ഓബ്ജക്റ്റ് നെയിം ഡോട്ട് ഓപ്പറേറ്റർ മെത്തേഡ് നെയിം സെമിക്കോളൻ. ഇത് വെച്ച് നമുക്ക് മെത്തേഡ്സ് നമുക്ക് വിളിക്കാൻ പറ്റും. മെയിൻ മെത്തേഡ് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ആ മെയിൻ ക്ലാസ് ക്ലോസ് ചെയ്യും. ഇനി ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് നമുക്ക് നോക്കാം. ഔട്ട്പുട്ട് വീണ്ടും ഈ പ്രോഗ്രാമിന്റെ ആ മെയിൻ ക്ലാസിന്റെ പേര് സം ഓഫ് അറേ എന്നാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നോട്ട് പാഡ് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യുമ്പം സം ഓഫ് അറേ ഡോട്ട് ജാവ ഫയൽ നെയിം കൊടുത്തു. കമ്പയർ ചെയ്യാൻ വേണ്ടി ജാവ സി സ്പേസ് സം ഓഫ് അറേ ഡോട്ട് ജാവ. റൺ ചെയ്യാൻ വേണ്ടി ജാവ സ്പേസ് സം ഓഫ് അറേ. ഹൗ മെനി നമ്പേഴ്സ് എന്ന് ചോദിച്ചു, ഇവിടെ 5 എന്ന് കൊടുത്തു. എൻ്റർ നമ്പേഴ്സ് ചോദിച്ചു. അപ്പോൾ ആദ്യത്തെ നമ്പർ 5, രണ്ടാമത്തെ 9, മൂന്നാമത്തെ 3, നാലാമത്തെ 2, അഞ്ചാമത്തെ 9. ഇവിടെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്പർ എൻ്റർ ചെയ്യുമ്പം മസ്റ്റായിട്ട് എൻ്റർ കീ തന്നെ. ആദ്യത്തെ നമ്പർ 5, അത് എൻ്റർ കീ. 9 എൻ്റർ കീ. 3 എൻ്റർ കീ. 2 എൻ്റർ കീ. 9. അപ്പോൾ ആ ഡിസ്പ്ലേ അറേ വെച്ച് എൻ്റെ നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു 5, 9, 3, 2, 9. ഇനി ഇതിൻ്റെ സം ദി സം ഓഫ് ദി എലിമെന്റ്സ് ഓഫ് ദി അറേ is 28. ഈ 5 നമ്പർ കൂട്ടുമ്പോൾ നമുക്ക് 28 കിട്ടും.
അടുത്ത പ്രോഗ്രാം ടു ഫൈൻഡ് ദി ലാർജസ്റ്റ് നമ്പർ ഇൻ ആൻ അറേ. ഒരു അറേയിലെ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം ടു ഫൈൻഡ് ദി ലാർജസ്റ്റ് നമ്പർ ഇൻ ആൻ അറേ. വീണ്ടും ഇമ്പോർട്ട് സ്പേസ് java.io.star സെമിക്കോളൻ, ആ ക്ലാസിന്റെ പേര് ലാർജ് എലിമെന്റ് അറേ എന്നുള്ള ലാർജ് എലിമെന്റ് അറേ. അതിന്റെ ഓപ്പണിംഗ് ബ്രേസ് ഇവിടെ വേരിയബിൾ ഡിക്ലറേഷൻ INT I,N,L. I എന്നുള്ളത് I = 0 മുതൽ ലൂപ്പിലിട്ട് കറക്കാൻ വേണ്ടി n എത്ര നമ്പേഴ്സ് ഉണ്ടെന്നുള്ള ആ L ആണ് ഇവിടെ ലാർജസ്റ്റ് നമ്പർ നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്ന വേരിയബിൾ ആണ് L. ഇനി നമ്മൾ ഇന്റിജർ അറേ ഡിക്ലറേഷൻ INT A empty square bracket = new INT ബ്രാക്കറ്റിനകത്ത് സൈസ്. ഇനി നമ്മൾ പഴയ പോലെ ഡാറ്റ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വേർഡ് ഗെറ്റ് നമ്പേഴ്സ് ത്രോസ് IO എക്സെപ്ഷൻ. അതിന്റെ ഓപ്പണിംഗ് ബ്രേസ് buffer reader BR = new buffer reader new input stream system.in. വീണ്ടും ഒരു ബ്ലാങ്ക് ലൈൻ വരാൻ വേണ്ടി system.out.println. system.out.println how many numbers, അതായത് നമ്മൾ നേരത്തെ വന്നതാണ് സ്പീഡിൽ പോവാം. how many numbers, n = integer.parse br.readline. വീണ്ടും ഒരു ബ്ലാങ്ക് ലൈൻ പ്രിന്റ് ചെയ്യാൻ വേണ്ടി system.out.println. വീണ്ടും system.out.print enter the numbers. വീണ്ടും അപ്പം അറേയിലെ നമ്പേഴ്സ് നമുക്ക് എൻ്റർ ചെയ്യണം. സ്വാഭാവികമായിട്ടും ഫോർ ലൂപ്പ് യൂസ് ചെയ്യേണ്ടി വരും. for I = 0 സെമിക്കോളൻ I <n സെമിക്കോളൻ I++. AFI = integer.parse br.readline. ഈ ഫോർ ലൂപ്പിട്ട് കറക്കി കഴിയുമ്പോൾ നമ്മൾ എത്ര നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു അത്രയും നമ്പേഴ്സ് നമുക്ക് ഈ അറേയിലോട്ട് സ്റ്റോർ ചെയ്യാം. ഗെറ്റ് നമ്പേഴ്സ് മെത്തേഡ് നമ്മൾ ക്ലോസ് ചെയ്യും. അടുത്ത് നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത നമ്പേഴ്സ് അതേപോലെ തിരിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിസ്പ്ലേ അറേ വെച്ച് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുകയാണ്. അതിൻ്റെ ഓപ്പണിംഗ് ബ്രേസ് ബ്ലാങ്ക് ലൈൻ system.out.println വെച്ച് ബ്ലാങ്ക് ലൈൻ പ്രിന്റ് ചെയ്യുന്നു. എൻ്റെ നമ്പേഴ്സ് ആർ നമ്പേഴ്സ് തിരിച്ച് ഡിസ്പ്ലേ ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്യേണ്ടി വരും. for I = 0 സെമിക്കോളൻ I <n സെമിക്കോളൻ I++. system.out.print സ്പേസ് പ്ലസ് AFI. ഇത് നേരത്തെ പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്കറിയാം ഫോർ ലൂപ്പിട്ട് കറങ്ങുമ്പോൾ ഓരോ നമ്പർ ആദ്യം സ്പേസ് പിന്നെ അടുത്ത നമ്പർ വീണ്ടും ഫോർ ലൂ I നമ്മൾ 0 മുതൽ n വരുന്നത് വരെ നമ്മൾ കറക്കും. ഇതിൻ്റെ തൊട്ട് താഴെയുള്ള നമ്പർ വരെ കറക്കും. അപ്പോൾ ആ നമ്പേഴ്സൊക്കെ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. വീണ്ടും ഒരു ബ്ലാങ്ക് ലൈൻ പ്രിന്റ് ചെയ്യാൻ വേണ്ടി system.out.println ഡിസ്പ്ലേ അറേ മെത്തേഡ് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. അടുത്തതാണ് ലാർജസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് വോയിഡ് ഫൈൻഡ് ലാർജസ്റ്റ്. അതിൻ്റെ ഓപ്പണിംഗ് ബ്രേസ് ഇവിടെയും ഫസ്റ്റ് സെമസ്റ്റർ നമ്മൾ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മ കാണും. അറേയുടെ ഫസ്റ്റ് പൊസിഷനിലുള്ള ഇൻഡെക്സ് 0 നമ്പർ നമ്മൾ ആദ്യം ലാർജായിട്ട് അസ്യൂം ചെയ്യും. എന്നിട്ട് ഓരോന്നും അടുത്ത അരേ പൊസിഷൻ നമ്പർ എടുത്ത് ഇതുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പം ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനേക്കാൾ ലാർജർ ആണെങ്കിൽ അത് ലാർജർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലാർജർ. അപ്പോൾ ആദ്യം L = A0 ഫസ്റ്റ് അറേ പൊസിഷനിൽ ആദ്യത്തെ നമ്പർ നമ്മൾ ലാർജായിട്ട് അസ്യൂം ചെയ്യാണ്. ഇനി ഫോർ ലൂപ്പിലിട്ട് ഈ പൊസിഷനിൽ ഈ നമ്പറും അടുത്ത നമ്പറും തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി for I = 0 I <n I++. if AFI is greater than L AFI അപ്പോൾ ആദ്യം നമുക്ക് AF0 ആയിരിക്കും. AF0യിലാണ് L. അടുത്ത AF1 വരുമ്പം AF1 ഇപ്പം L-ഉള്ളതിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ L = AFI. AFI ഗ്രേറ്റർ ദാൻ L എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ AFI എന്നുള്ള പൊസിഷനിൽ ഇപ്പോൾ ഏത് നമ്പർ ആണോ ആ നമ്പർ L-ൽ വരും. അപ്പോൾ ഗ്രേറ്റർ ആണെങ്കിൽ ഗ്രേറ്റർ നമ്പർ എപ്പോഴും L-ൽ വരും. എന്ന് വെച്ചാൽ ഈ ലോജിക്ക് യൂസ് ചെയ്യുമ്പം L-നകത്ത് ഉള്ളത് ആ അറേയിലുള്ള ഗ്രേറ്റസ്റ്റ് നമ്പർ ആയിരിക്കും ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ഇതിന് ഉപ്പിട്ട് നമ്മൾ കറക്കുവാണ്. നമുക്ക് ഇതേ ലോജിക്ക് നമ്മൾ ഫസ്റ്റ് സെമസ്റ്റർ പഠിച്ചതാണ് ഫൈൻഡ് ലാർജസ്റ്റ്. for I = ലോജിക്കലി യാതൊരു വ്യത്യാസവും ഇല്ല, 100% ദി സെയിം. for I = 0 I <n I++ if AFI. അപ്പം ഇത് നമ്മൾ ലൂപ്പിലിട്ട് ഫുള്ളായിട്ട് കറക്കി കഴിക്കുമ്പം I0 മുതൽ n-ൻ്റെ തൊട്ട് താഴെയുള്ള വാല്യൂ വരെ വന്നു കഴിയുമ്പം ആ അറേയിൽ ഉള്ള ലാർജസ്റ്റ് നമ്പർ ഏതാണോ ആ നമ്പർ L-ൽ വന്നു കഴിയും. ഒരു ബ്ലാങ്ക് ലൈൻ പ്രിന്റ് ചെയ്യാൻ വേണ്ടി system.out.println. ഇനി നമ്മൾ പ്രിന്റ് ചെയ്യും system.out.println ദി ലാർജസ്റ്റ് എലിമെന്റ് ഇൻ ദി അറേ ഈസ് L. നമ്മൾ നേരത്തെ പറഞ്ഞു ഫോർ ലൂപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ലാർജസ്റ്റ് എലിമെന്റ് ഏതാണോ അത് L-ൽ വന്നു കഴിഞ്ഞു. അത് നമ്മൾ പ്രിന്റ് ചെയ്തു. ഈ മെത്തേഡ് ക്ലോസ് ചെയ്തു, ക്ലാസ് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് മെയിൻ ക്ലാസ് ലാർജസ്റ്റ് എലിമെന്റ് ഇൻ അറേ എന്നുള്ള മെയിൻ ക്ലാസ്.
മെയിൻ ക്ലാസിൻ്റെ ഓപ്പണിംഗ് ബ്രേസ്, മെയിൻ മെത്തേഡ് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ARGS ത്രോസ് IO എക്സെപ്ഷൻ, ആ മെയിൻ മെത്തേഡിൻ്റെ ഓപ്പണിംഗ് ബ്രേസ്. ഇവിടെ ക്ലാസ്സിൻ്റെ പേര് ലാർജ് എലിമെന്റ് അറേ എന്നായിരുന്നു, ഓബ്ജക്റ്റിൻ്റെ പേര് LE. അപ്പം ലാർജ് എലിമെന്റ് LE ഈസ് ഈക്വൽ ടു ന്യൂ ലാർജ് അറേ. ഈ ലൈൻ ചെയ്ത് കഴിയുമ്പം LE എന്ന് പറഞ്ഞ പേരിൽ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഇനി ഈ ഓബ്ജക്റ്റും ഡോട്ട് ഓപ്പറേറ്ററും മെത്തേഡ് നെയിമും വെച്ച് നമുക്ക് ബാക്കിയുള്ള മെത്തേഡ്സ് ഒക്കെ വിളിക്കാം. LE ഡോട്ട് ഗെറ്റ് നമ്പേഴ്സ് വെച്ച് ഗെറ്റ് നമ്പേഴ്സ് മെത്തേഡ് വിളിക്കുന്നു. LE ഡോട്ട് ഡിസ്പ്ലേ അറേ വെച്ച് ഡിസ്പ്ലേ അറേ വിളിക്കുന്നു. അപ്പം LE ഡോട്ട് ഗെറ്റ് നമ്പേഴ്സ് വെച്ച് അറേയിൽ എത്ര എലിമെന്റ്സ് ഉണ്ടെന്ന് നമ്പേഴ്സ് ഉണ്ടെന്ന് ആദ്യം പറയാം, പിന്നെ അത്ര നമ്മൾ എൻ്റർ ചെയ്യാൻ പറ്റുമായിരുന്നു. LE ഡോട്ട് ഡിസ്പ്ലേ അറേ മെത്തേഡ് വെച്ച് നമുക്ക് അറേ നമുക്ക് തിരിച്ച് ഡിസ്പ്ലേ ആയിരുന്നു. ഇനി LE ഡോട്ട് ഫൈൻഡ് ലാർജസ്റ്റ് വെച്ച് നമ്മൾ ലാർജസ്റ്റ് കണ്ടുപിടിക്കുന്നു, എന്നിട്ട് LE സ്റ്റോർ ചെയ്യും. മെയിൻ മെത്തേഡ് നമ്മൾ ക്ലോസ് ചെയ്തു, മെയിൻ ക്ലാസ് നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് വീണ്ടും ഇതിൻ്റെ ക്ലാസ്സിൻ്റെ പേര് ലാർജ് എലിമെന്റ് അറേ എന്നായിരുന്നു. അപ്പോൾ ആ പേര് തന്നെ ഫയൽ നെയിം ആയിരിക്കണം. ജാവാസി ലാർജ് എലിമെന്റ് അറേ ഫയൽ ഡോട്ട് ജാവ. കമ്പൈൽ ചെയ്യാൻ വേണ്ടി ജാവ സ്പേസ് ലാർജസ്റ്റ് എലിമെന്റ് അറേ. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നു. ഹൗ മെനി നമ്പേഴ്സ് ചോദിക്കുന്നു, 5 കൊടുക്കുന്നു. നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ പറയുന്നു. ഫസ്റ്റ് നമ്പർ 67 എൻ്റർ, അടുത്ത 32 എൻ്റർ, 99 എൻ്റർ, 90 എൻ്റർ, 74 ഓരോ നമ്പർ കൊടുക്കുന്നു, എൻ്റർ പ്രസ് ചെയ്യുന്നു. അപ്പോൾ എൻ്റർ നമ്പേഴ്സ് ഡിസ്പ്ലേ അറേ മെത്തേഡിൻ്റെ ഔട്ട്പുട്ട് എൻ്റർ നമ്പേഴ്സ് ആർ 67, 32, 99, 90, 74. ഇനി നമ്മൾ ലാർജസ്റ്റ് എന്നുള്ള മെത്തേഡ് വർക്ക് ചെയ്യിപ്പിക്കുന്നു. അപ്പം ദി ലാർജസ്റ്റ് എലിമെന്റ് ഇൻ ദി അറേസ്, ഇപ്പം 67, 32, 99, 90, 74 എന്നുള്ള അറേ നോക്കി കഴിഞ്ഞാൽ ലാർജസ്റ്റ് നമ്പർ എത്രയാണ്? 99. അപ്പം ദി ലാർജസ്റ്റ് എലിമെന്റ് ഇൻ ദി അറേസ് 99. പ്രോഗ്രാം ടു സെർച്ച് എ നമ്പർ ആൻഡ് ഇറ്റ്സ് പൊസിഷൻ ഇൻ ദി അറേ. പ്രോഗ്രാം ടു സെർച്ച് എ നമ്പർ ആൻഡ് ഇറ്റ്സ് പൊസിഷൻ ഇൻ ദി അറേ എന്ന് വെച്ചാൽ ഒരു അറേയിൽ കുറേ നമ്പേഴ്സ് ഉണ്ട്. അതിൽ നമ്മൾ ഒരു നമ്പർ കൊടുത്താൽ സെർച്ച് ചെയ്യാൻ പറയും. ഇപ്പം 2 സിറ്റുവേഷൻ വരാം. ഒന്നീ നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ ആരെ കാണാം, അല്ലെങ്കിൽ കാണത്തില്ല. ഉണ്ടെങ്കിൽ അത് ആ നമ്പർ ഏതാണ്, ആ നമ്പർ ഉണ്ടെന്ന് പറയണം. 2 അതിൻ്റെ പൊസിഷൻ, ഫസ്റ്റ് ഒക്കറൻസ് ഇത്ര പൊസിഷൻ, സെക്കൻഡ് ഒക്കറൻസ് ഇത്ര പൊസിഷൻ, തേർഡ് പൊസിഷൻ. ഇതും ഇതേപോലത്തെ പ്രോഗ്രാം നമ്മൾ C++ ഫസ്റ്റ് സെമസ്റ്റർ ചെയ്തതാണ്. വീണ്ടും ഇമ്പോർട്ട് ജാവ ഡോട്ട് IO ഡോട്ട് സെർച്ച് സെമിക്കോളൻ. ഇവിടെ ക്ലാസ്സിൻ്റെ പേര് സെർച്ച് എലിമെന്റ് പോസ്റ്റ് അറേ എന്ന് പറഞ്ഞ ക്ലാസ്സിന് നമ്മൾ കൊടുത്തു. ആ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. വേരിയബിൾ ഡിക്ലറേഷൻ INT I, N, S, flag is equal to 0, occur is equal to 1, POS. ഇവിടെ ഫോർ ലൂപ്പിൽ I is equal to കറക്കാൻ വേണ്ടി I, എത്ര നമ്പർ ഉണ്ടെന്നുള്ളത് N. ഇവിടെ നമ്മൾ ഒരു നമ്പർ സെർച്ച് ചെയ്യണം. ആ സെർച്ച് ചെയ്യാൻ കൊടുക്കുന്ന നമ്പർ SE സ്റ്റോർ ചെയ്യും. പിന്നെ ഇവിടെ സ്റ്റാറ്റസിന് വേണ്ടിയാണ് ഫ്ലാഗ് എന്ന് പറഞ്ഞ വേരിയബിൾ. കാരണം ഫ്ലാഗിൻ്റെ സ്റ്റാറ്റസ് വെച്ചാണ് നമ്പർ അറേയിൽ ഉണ്ടോ ഇല്ല എന്നുള്ള പറയുന്നത്. ഇനി ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒക്കർ, ദി ഫസ്റ്റ് ഒക്കറൻസ്, സെക്കൻഡ് ഒക്കറൻസ്, തേർഡ് ഒക്കറൻസ്, അതിന് വേണ്ടിയാണ് ഒക്കർ. ഇനി പൊസിഷൻ പറയാൻ വേണ്ടി POS. അപ്പോൾ INT I എന്ന് പറഞ്ഞ വേരിയബിൾ, N എന്ന് പറഞ്ഞ വേരിയബിൾ, S എന്ന് പറഞ്ഞ വേരിയബിൾ, ഫ്ലാഗ് എന്ന് പറഞ്ഞ വേരിയബിൾ, ഒക്കർ എന്ന് പറഞ്ഞ വേരിയബിൾ, POS എന്ന് പറഞ്ഞ വേരിയബിൾ. ഇനി അറേ ഡിക്ലറേഷൻ INT A is equal to new INT 10. അപ്പം 10 എലിമെന്റ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന അറേ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഇനി പഴയ പോലെ ഈ അറേയിലോട്ട് നമ്മൾ നമ്പർ സ്റ്റോർ ചെയ്യണം. വേർഡ് ഗെറ്റ് നമ്പേഴ്സ് ത്രോസ് IO എക്സെപ്ഷൻ ഒരുപാട് പ്രാവശ്യം വന്നു കഴിഞ്ഞു, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവാം. അതിൻ്റെ ഓപ്പണിംഗ് ബ്രേസ് ബഫർ റീഡർ BR is equal to new buffer reader, new input stream reader is not in. ഒരു ബ്ലാങ്ക് ലൈൻ പ്രിന്റ് ചെയ്യാൻ വേണ്ടി സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ. സിസ്റ്റം ഔട്ട് പ്രിന്റ് ഹൗ മെനി നമ്പേഴ്സ്, എത്ര നമ്പേഴ്സ് ചോദിക്കുന്നു. N is equal to integer dot parse INT BR dot read line. അപ്പോൾ എത്ര നമ്പേഴ്സാണ് അത് Nൽ വരുന്നു. വീണ്ടും ഒരു ബ്ലാങ്ക് ലൈൻ വരാൻ വേണ്ടി സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ. അതിന് സിസ്റ്റം ഔട്ട് ഡോട്ട് പ്രിന്റ് എൻ്റർ ദി നമ്പേഴ്സ്. നമ്മൾ അറയ്ക്കകത്തോട്ട് നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ പറയുകയാണ്. അറയ്ക്കകത്തോട്ട് നമ്പേഴ്സ് ആണ് എൻ്റർ നമ്പേഴ്സ്. വീണ്ടും ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഫോർ ലൂപ്പിൽ കൂടെ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ 4 I is equal to 0, സെമിക്കോളൻ I less than N, സെമിക്കോളൻ I plus plus. A of I is equal to integer dot parse INT BR dot read line. ഇത് വെച്ച് നമുക്ക് ഈ ഇൻറ്റിജർ അറേയിലോട്ട് നമുക്ക് നമ്പേഴ്സ് എടുക്കാൻ പറ്റും.
സിസ്റ്റം ഔട്ട് ഓഫ് പ്രിന്റ് എൻ്റർ ദി നമ്പർ വിച്ച് ഈസ് ടു ബി സെർച്ച്. അപ്പോൾ നമ്മൾ നേരത്തെ ഉള്ള ഭാഗത്ത് വെച്ച് നമ്മൾ നമ്പേഴ്സ് ഒക്കെ എടുത്തു. ഇനി നമുക്ക് ഈ അറയിൽ ഒരു നമ്പർ ഉണ്ടോ ഇല്ലയോ എന്ന് സെർച്ച് ചെയ്യണം. ആണ് ഔട്ട് ഓഫ് പ്രിന്റ് എൻ്റർ ദി നമ്പർ വിച്ച് ഈസ് ടു ബി സെർച്ച്ഡ്. എസ് ഈസ് ഈക്വൽ ടു ഇന്റീജർ ഡോട്ട് പാഴ്സ് സെക്കൻഡ് വി ആർ റൈറ്റ്. അപ്പം കീബോർഡിൽ നമ്മളിപ്പം 10 കൊടുത്തു കഴിഞ്ഞാൽ ആ 10 എന്നുള്ളത് എസ് ഇപ്പോൾ വെച്ചാൽ ഈ അറയിൽ 10 എന്നുള്ള നമ്പർ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം, ഈ എക്സാമ്പിൾ ആണെങ്കിൽ. അപ്പം ഗെറ്റ് നമ്പേഴ്സ് ഉള്ള മെത്തേഡ് കഴിഞ്ഞു. അടുത്ത വീണ്ടും ഇത് നമ്മൾ തിരിച്ച് ഡിസ്പ്ലേ ആക്കിയാണ്. വേർഡ് ഡിസ്പ്ലേ അറേ, അതിൻ്റെ ഓപ്പണിംഗ് പ്രൈസ്, ബ്ലാങ്ക് ലൈൻ പ്രിന്റ് ചെയ്യാൻ വേണ്ടി പ്രിന്റ് എൻ്റെ നമ്പേഴ്സ് ആർ. സോ ആയിട്ടും തിരിച്ച് നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഫോർ ലൂപ്പ് യൂസ് ചെയ്യേണ്ടി വരും. ഫോർ i is equal to 0 സെമിക്കോളൻ, i less than n സെമിക്കോളൻ, i plus plus. സിസ്റ്റം ഔട്ട് പ്രിന്റ് സ്പേസ് പ്ലസ് a of i. റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. അപ്പം എല്ലാ നമ്പേഴ്സും സ്പേസ് ഇട്ട് പ്രിന്റ് ചെയ്യും. ഒരു ബ്ലാങ്ക് ലൈൻ പ്രിന്റ് ചെയ്യാൻ വേണ്ടി സിസ്റ്റം ഔട്ട് പ്രിന്റ് എല്ലാം ഡിസ്പ്ലേ അറേ കഴിഞ്ഞു. അപ്പം നമ്മൾ ഗെറ്റ് നമ്പേഴ്സ് വെച്ച് അറേയിൽ നമ്പേഴ്സും കൊടുത്തു, സെർച്ച് ചെയ്യേണ്ട നമ്പറും കൊടുത്തു. ഡിസ്പ്ലേ അറേ വെച്ച് ഇപ്പം നമ്മൾ എൻ്റർ ചെയ്ത നമ്പേഴ്സ് തിരിച്ച് ഡിസ്പ്ലേ ചെയ്തു. ഇനിയാണ് സെർച്ച്, മെയിൻ ലോജിക്ക് വരുന്ന സെർച്ച് നമ്പർ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പണിംഗ് പ്രൈസ്, ഒരു ബ്ലാങ്ക് ലൈൻ പ്രിന്റ് ചെയ്യുന്നു. ഫോർ i is equal to 0, i less than n, i plus plus. if s is equal to a of i. നമ്മൾ എൻ്റർ ചെയ്യാൻ പറഞ്ഞ നമ്പർ, ചെക്ക് ചെയ്യാൻ പറഞ്ഞ നമ്പർ അരയ്ക്കകത്തുണ്ടോ ഇല്ലയോ നോക്കുവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ ഒരു ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. ആ ഫ്ലാഗിൻ്റെ സ്റ്റാറ്റസ് വെച്ചാണ് നമ്പർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ പ്രിന്റ് ചെയ്യുന്ന മെസ്സേജ്. അപ്പോൾ ഇവിടെ നമ്പർ ഇഫ് എസ് ഈസ് ഈക്വൽ ടു എ ഓഫ് എന്ന് പറഞ്ഞാൽ ലൂപ്പിനകത്ത് ഒരു പ്രാവശ്യമെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ ഈ കണ്ടീഷൻ ട്രൂ ആവും. ഈ കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ ഫ്ലാഗ് നമ്മൾ ഒന്നാക്കും. നേരത്തെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഫ്ലാഗ് നമ്മൾ 0 ആക്കി വെച്ചിരുന്നു. ഫ്ലാഗ് നമ്മൾ ഒന്നാക്കും. എന്നുവെച്ചാൽ ഫ്ലാഗ് ഒന്നായതിൻ്റെ അർത്ഥം ഈ നമ്പർ ഇതിനകത്തുണ്ടെന്നുള്ളതാണ്. അറയ്ക്കകത്ത് നമ്മൾ ഏത് നമ്പറാണോ സെർച്ച് ചെയ്യാൻ പറഞ്ഞത് ആ നമ്പർ അറയ്ക്കകത്തുണ്ട്. ഇനി ഈ ഫ്ലാഗ് ഈസ് ഈക്വൽ ടു 1 ഔട്ട് ഓഫ് പ്രിന്റ് ദി നമ്പർ എസ് ഈസ് ഇൻ ദി അറേ. ഫ്ലാഗ് ഇപ്പം നമ്പർ ഉണ്ടെങ്കിൽ ഫ്ലാഗ് 1 ആവും. എന്നുവെച്ചാൽ ഫ്ലാഗ് 1 ആണെങ്കിൽ നമ്പർ ഉണ്ടെന്ന് അർത്ഥം. ഈ ഫ്ലാഗ് ഈസ് ഈക്വൽ ടു 0 ഔട്ട് ഓഫ് പ്രിന്റ് ദി നമ്പർ എസ് ഈസ് നോട്ട് ഇൻ ദി അറേ. ഇപ്പോൾ ഫ്ലാഗ് 1 ആണെങ്കിൽ ഈ അറയ്ക്കകത്ത് നമ്മൾ സെർച്ച് ചെയ്യാൻ പറഞ്ഞ നമ്പർ ഉണ്ട്. അതേസമയം ഫ്ലാഗ് 0 ആണെങ്കിൽ ഈ അറയ്ക്കകത്ത് നമ്മൾ സെർച്ച് ചെയ്യാൻ പറഞ്ഞ നമ്പർ ഇല്ല. ഇപ്പം നമ്മൾ ഇത്രയായപ്പോൾ നമ്മൾ ഒരു നമ്പർ ഉണ്ടോ ഇല്ലേ എന്ന്, ഉണ്ടെങ്കിൽ നമ്പർ ഈസ് ഇൻ ദി അറേ എന്ന് വരും, ഇനി ഇല്ലെങ്കിൽ നോട്ട് ഇൻ ദി അറേ. പക്ഷേ ഈ പ്രോഗ്രാമിനകത്ത് ഇത് മാത്രം ഉണ്ടോ ഇല്ലെന്ന് മാത്രം നമുക്ക് കണ്ടുപിടിച്ചാൽ പോരാ. ഇനി ഉണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഒക്കറൻസ് ഇന്ന പൊസിഷനിലാണ്, സെക്കൻഡ് ഒക്കറൻസ് ഇന്ന പൊസിഷനിലാണ്, തേർഡ് ഒക്കറൻസ് ഇന്ന പൊസിഷനിലാണ് നമ്മൾ പറയണം. അതിന് വേണ്ടിയാണ് അടുത്ത ഫോർ ലൂപ്പ്. ഫോർ i is equal to 0, i less than i plus plus. if s is equal to a of i. ഓരോ നമ്പറായിട്ട് നമ്മൾ ചെക്ക് ചെയ്യും, സെർച്ച് ചെയ്യുന്ന നമ്പർ ആണോ എന്ന് നോക്കും. അതിൻ്റെ ഓപ്പണിംഗ് പ്രൈസ്, പക്ഷേ ആ ഇഫ് കണ്ടീഷൻ ട്രൂ ആയ അതിൻ്റെ അർത്ഥം ഫസ്റ്റ് അറേ പൊസിഷനിൽ ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പം ഫസ്റ്റ് അറേ പൊസിഷനിൽ എസ് ട്രൂ ആയി. അപ്പം അതിൻ്റെ പൊസിഷൻ ഇസ് i+1. ഇവിടെ നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്റർ പഠിച്ച് ഓർക്കുമായിരിക്കും i+1. കാരണം നമ്മൾ അറേ കോൺസെപ്റ്റിൽ ഫസ്റ്റ് ലൊക്കേഷന് 0 എന്നാണ് പറയുന്നത്, പക്ഷെ റിയൽ ലൈഫിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം അറേയിൽ 0 ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമ്മളതിൽ ഒന്നാണ് പൊസിഷൻ. അറേയിൽ 1 ഇൻഡെക്സ് എന്ന് നമ്മൾ 2 ആണ്. അപ്പം അതിൻ്റെ 1 കൂടുതലാണ്. അതുകൊണ്ടാണ് ഇവിടെ പോസ് ഇസ് ഈക്വൽ ടു i+1. ദി ഒക്കറൻസ് ഓഫ് എസ് ഈസ് ഇൻ പോസ്. ഇവിടെ നമ്മൾ ഒക്കർ ആദ്യം 1 ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പം ദി ഫസ്റ്റ് ഒക്കറൻസ് 1 ഒക്കറൻസ് ഓഫ് ഡിജിറ്റ് ഈസ് ഇൻ എ പൊസിഷൻ എന്ന് വരും. വീണ്ടും അപ്പം ഇപ്പോൾ 1 ഒക്കറൻസ് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി വീണ്ടും ഇനി ഈ ഒക്കറൻസ് പ്രിന്റ് ചെയ്യുമ്പോൾ 2 എന്ന് പ്രിന്റ് ചെയ്യണം. അങ്ങനെ 2 എന്ന് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഇത് നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യണം. അതിന് വേണ്ടിയാണ് അടുത്തത് ഒക്കർ പ്ലസ് പ്ലസ്. ഇതേ ലോജിക്ക് നമ്മൾ ഫസ്റ്റ് സെമസ്റ്റർ C++ പഠിച്ചതാണ്. ഇപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ഇനി ആ ഇഫ് ബ്ലോക്ക് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. അപ്പം ഈ ഇഫിൻ്റെ ഈ പോസ് ഇസ് ഈക്വൽ ടു i+1 പ്രിന്റ് ദി ഒക്കറൻസ് ഓഫ് എസ് എന്നുള്ളത് ഒക്കർ പ്ലസ് പ്ലസും ഒക്കെ എപ്പോഴും മാത്രമേ ചെയ്യൂ. എസ് ഈസ് ഈക്വൽ ടു എ എഫ് ഐ ട്രൂ ആണെങ്കിൽ മാത്രമേ ചെയ്യൂ. എസ് ഈസ് ഈക്വൽ ടു എ എഫ് ഐ എന്നുള്ളത് ട്രൂ ആണെങ്കിൽ മാത്രമേ അത് ചെയ്യുള്ളൂ. ഈ ലോജിക്ക് ഈ നമ്പറിൻ്റെ പൊസിഷൻ സെർച്ച് ചെയ്യുന്ന നമ്മൾ ലോജിക്ക് കഴിഞ്ഞു.
ആ ക്ലാസ് നമ്മൾ ക്ലോസ് ചെയ്തു. അടുത്ത ഇതിൻ്റെ മെയിൻ ക്ലാസ് സെർച്ച് എലിമെന്റ് പൊസിഷൻ അറേ, ആ മെയിൻ ക്ലാസിന്റെ ഓപ്പണിംഗ് ബ്രേസ്, മെയിൻ മെത്തേഡ് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് args ത്രോസ് IO എക്സെപ്ഷൻ, ആ മെയിൻ മെത്തേഡിന്റെ ഓപ്പണിംഗ് ബ്രേസ്, സെർച്ച് എലിമെന്റ് പൊസിഷന്റെ ന്യൂ സെർച്ച് എലിമെന്റ്. അപ്പം ഇവിടെ SCPOS എന്ന് പറഞ്ഞ പേര് ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി SCPOS എന്ന ഓബ്ജക്റ്റ് ഡോട്ട് ഓപ്പറേറ്റർ മെത്തേഡ് നെയിം വെച്ചായിരിക്കും ബാക്കിയുള്ള എല്ലാ മെത്തേഡ്സും വിളിക്കുന്നത്. SCPOS ഡോട്ട് ഗെറ്റ് നമ്പേഴ്സ് മെത്തേഡ് വിളിക്കുന്നു. അപ്പം ആ ഗെറ്റ് നമ്പേഴ്സ് മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യും. അടുത്ത SCPOS ഡോട്ട് ഡിസ്പ്ലേ അറേ, ഡിസ്പ്ലേ ചെയ്യാനുള്ള മെത്തേഡ് വിളിക്കുന്നു. ഡിസ്പ്ലേ അറേ എന്നുള്ള മെത്തേഡ് വിളിക്കുന്നു. അടുത്ത SCPOS ഡോട്ട് സെർച്ച് നമ്പർ പോസ്, ആ മെത്തേഡ് വിളിക്കുന്നു. അപ്പം ഗെറ്റ് നമ്പേഴ്സ് വെച്ച് 3 കാര്യം. ഒന്ന് എത്ര നമ്പർ എൻ്റർ ചെയ്യുന്നത് പറയും, 2 നമ്പർ എൻ്റർ ചെയ്യും, അത്രയും നമ്പർ എൻ്റർ ചെയ്യും, 3 ഏത് എലിമെന്റ് ആണോ സെർച്ച് ചെയ്യണം എന്നുള്ള എടുക്കും. ഡിസ്പ്ലേ അറേ വെച്ച് ആ എൻ്റർ ചെയ്ത നമ്പേഴ്സ് കാണിക്കും. ആ മെയിൻ തിങ്, ആ സെർച്ച് ചെയ്ത് നമ്പർ ഉണ്ടോ എന്ന് നോക്കുന്നതും, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്നത്. ഇനി ഉണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്ത് ഫസ്റ്റ് ഒക്കറൻസ് എത്ര, സെക്കൻഡ് ഒക്കറൻസ് എത്ര, തേർഡ് ഒക്കറൻസ് എത്ര, അതൊക്കെ കണ്ടുപിടിക്കുന്നതാണ് സെർച്ച് നമ്പർ പോസ്. മെയിൻ മെത്തേഡ് ക്ലോസ് ചെയ്തു, മെയിൻ ക്ലാസ് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് നോക്കാം. അതിനടുത്തത് വോയിഡ് ഡിസ്പ്ലേ അറേ. അടുത്ത മെത്തേഡ് വോയിഡ് ഡിസ്പ്ലേ അറേ. അതിന്റെ ഓപ്പണിംഗ് ബ്രേസ് ഒരു ബ്ലാങ്ക് ലൈൻ പ്രിന്റ് ചെയ്യാൻ വേണ്ടി സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ. അടുത്ത സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എന്റേർഡ് നമ്പേഴ്സ് ആർ. അപ്പൊ നമ്മൾ നേരത്തെ 5ഓ 10ഓ നമ്പർ എൻ്റർ ചെയ്തിട്ടുണ്ട്, ആ നമ്പർ തിരിച്ച് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി. അപ്പൊ എന്റേർഡ് നമ്പേഴ്സ് ആർ. വീണ്ടും തിരിച്ച് ഡിസ്പ്ലേ ചെയ്യണമെങ്കിലും നിങ്ങൾക്കറിയാം, അക്സെപ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ ഫോർ ലൂപ്പിലിട്ട് അക്സെപ്റ്റ് ചെയ്തതുപോലെ തിരിച്ച് ഡിസ്പ്ലേ ചെയ്യുമ്പോഴും നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യേണ്ടി വരും. for I is equal to 0, semicolon, I less than n, semicolon, I plus plus. ഈ ഫോർ ലൂപ്പിന്റെ ബോഡി ആയിട്ട് സിസ്റ്റം ഔട്ട് ഡോട്ട് പ്രിന്റ് ആദ്യം ഒരു സ്പേസ് വരാൻ വേണ്ടി empty ആയിട്ടൊരു കോഡ്സ് കൊടുത്തു, പ്ലസ് AFI. അപ്പോൾ ആദ്യം ഒരു സ്പേസ് വരും. പിന്നെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഐയുടെ വാല്യൂ 0 ആണ്, 0 ലെസ് ദാൻ 5 ആണ്. ബോഡി വരുമ്പോൾ AF0 എന്ന് വെച്ചാൽ AF0 പൊസിഷനിലെ നമ്പർ അവിടെ തിരിച്ച് പ്രിന്റ് ചെയ്യും. വീണ്ടും I പ്ലസ് പ്ലസിലോട്ട് വരും, അപ്പോൾ 0 എന്നുള്ളത് 1 ആവും. വീണ്ടും ടെക്സ്റ്റ് എക്സ്പ്രഷനിലോട്ട് വരും, 1 ലെസ് ദാൻ 5, വീണ്ടും ട്രൂ ആണ്, അപ്പോൾ വീണ്ടും ബോഡിയിലോട്ട് വരും. അപ്പോൾ അടുത്ത സ്പേസ് കഴിഞ്ഞിട്ട് വീണ്ടും AF1 പ്രിന്റ് ചെയ്യും. വീണ്ടും കറങ്ങുമ്പോൾ സ്പേസ് കഴിഞ്ഞിട്ട് AF2 പ്രിന്റ് ചെയ്യും. അങ്ങനെ AF4 വരെ പ്രിന്റ് ചെയ്യും. 5 ആകുമ്പോൾ ലൂപ്പിന് വരികയാണ്. അപ്പം നേരത്തെ ഫോർ ലൂപ്പ് വഴി അറേയിലോട്ട് നമ്പർ എടുത്തതുപോലെ ഇവിടെ ഫോർ ലൂപ്പ് വഴി നമ്മൾ നമ്പർ തിരിച്ച് ഡിസ്പ്ലേ ചെയ്യിക്കുന്നു. ഡിസ്പ്ലേ അറേ എന്നുള്ളത് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ആ ക്ലാസ്സും കഴിഞ്ഞു. ഇനി മെയിൻ ക്ലാസ് ഡെമോ അറേ. മെയിൻ ക്ലാസിന്റെ ഓപ്പണിംഗ് ബ്രേസ്. ഇനി മെയിൻ മെത്തേഡ് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് args ത്രോസ് IO എക്സെപ്ഷൻ. ആ മെയിൻ മെത്തേഡിന്റെ ഓപ്പണിംഗ് ബ്രേസ്. ഇനി നമ്മൾ ക്ലാസിന്റെ പേര് അറിയുന്നതാണോ, ഇവിടെ നമ്മൾ എ എന്ന ഓബ്ജക്റ്റ് ക്രിയേറ്റ് അറേ സ്പേസ് എ ന്യൂ അറേ. ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എ എന്ന് പറഞ്ഞ പേജിൽ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ എ ഡോട്ട് ഓപ്പറേറ്റർ വെച്ചാണ് നമ്മൾ നേരത്തെയുള്ള ഗെറ്റ് നമ്പേഴ്സും ഡിസ്പ്ലേ അറേ മെത്തേഡൊക്കെ വിളിക്കാൻ പോകുന്നത്. എ ഡോട്ട് ഗെറ്റ് നമ്പേഴ്സ്. അപ്പം ഗെറ്റ് നമ്പേഴ്സ് മെത്തേഡ് വർക്ക് ചെയ്യും. അപ്പോഴും നമുക്ക് കീബോർഡിൽ നിന്ന് നമ്പേഴ്സ് അറേയിലോട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. അടുത്ത എ ഡോട്ട് ഡിസ്പ്ലേ അറേ. ആ സ്റ്റോർ ചെയ്ത നമ്പേഴ്സ് തിരിച്ച് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി എ ഡോട്ട് ഡിസ്പ്ലേ അറേ നമുക്ക് യൂസ് ചെയ്യാം. മെയിൻ മെത്തേഡ് ക്ലോസ് ചെയ്തു. ഓക്കെ, താങ്ക് യു.